കേൾക്കുന്നുണ്ടോ? ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലേ? നിങ്ങളെ ബാക്കി ഫ്രണ്ട്സിനൊന്നും കാണുന്നില്ലല്ലോ. ഓക്കെ, വരട്ടെ. ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളൊക്കെ പഠിച്ചോ നിങ്ങള്? ആ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ല, ജസ്റ്റ് ഓർമ്മയുണ്ടോ കാര്യങ്ങളൊക്കെ? ഓക്കെ, അത് മതി, എത്രയും ഉണ്ട്. ഓക്കെ, നമുക്ക് ഒരു മിനിറ്റ്, ജസ്റ്റ് ഒരു മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ബാക്കിയുള്ളവരോട് ഒന്ന് ജോയിൻ ചെയ്തോട്ടെ. ചായയൊക്കെ കുടിച്ചിട്ടാണോ ഇരിക്കുന്നതല്ല? ചായ ഇനി ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടാണോ ചായ കുടിക്കുക? ക്ലാസ് കഴിഞ്ഞിട്ടാ ചായ കുടിക്കുന്നത്. ഓക്കെ, ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും 5 മണിയൊക്കെ ആവും. നിങ്ങൾ പെട്ടെന്ന് ആൻസേഴ്സ് ഒക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്ലാസ് നമുക്ക് തീർക്കാം. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 40 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. NMMS എക്സാമിന് ഇതിനു മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ കൺസെപ്റ്റ് ഒക്കെ, നിങ്ങൾക്ക് ഓരോ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഇട്ടിട്ടുണ്ട്. അത്രയും കാര്യങ്ങളാണ് ഉള്ളത്. നമുക്ക് നല്ല സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. So super 40. So today we are going to discuss 40 questions. 40 questions in the chapter properties of matter. So നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം. അവിടെ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഒരു ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഇതിന്റെ ആൻസർ നിങ്ങൾ വിളിച്ചു പറയാൻ പാടില്ല. നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ഏത് ഓപ്ഷൻ ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഫസ്റ്റ് ആൻസർ പറയുന്ന ആളാവാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. നമ്മൾ എല്ലാ കാര്യങ്ങളും ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ആൻസേഴ്സ് വരുന്നുണ്ട്, ആൻസേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുവാണ്. വാട്ട് ഈസ് മാറ്റർ? ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് നമ്മുടെ മുമ്പിലേക്ക് വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു വാട്ട് ഈസ് മാറ്റർ. NMMS എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ചോദിക്കില്ല, പക്ഷേ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. സോ വാട്ട് ഈസ് മാറ്റർ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, കുറെ ആൻസേഴ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എന്താ? എനിത്തിങ് ദാറ്റ് ഹാസ് മാസ്. ബി ഓപ്ഷൻ എനിത്തിങ് ദാറ്റ് ഒക്കുപ്പൈസ് സ്പേസ്. സി ഓപ്ഷൻ ബോത്ത് ഓഫ് ദം, ബോത്ത് എ ആൻഡ് ബി. സി ഓപ്ഷൻ പറയുന്നത് നൺ ഓഫ് ദം, ഈ പറഞ്ഞ ഒന്നുമല്ല മാറ്റർ എന്നാണ് ഡി ഓപ്ഷൻ പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ കുറെ ആൾക്കാർ ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. സോ വാട്ട് ഈസ് മാറ്റർ? സോ ഓക്കെ, വെയിറ്റ്, മാറ്റർ എന്താണ്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ഓപ്ഷനിൽ മാസ് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ഓപ്ഷനിൽ എന്താണ്? സ്പേസ് വേണം. ഇറ്റ് നീഡ്സ് സ്പേസ്. നിങ്ങളെ ഫ്രണ്ട്സ് ജോയിൻ ചെയ്തുകൊണ്ടിരുന്നുണ്ട്, അതാണ് കുറച്ചൊരു ഡിലേ. ഓക്കെ, വെയിറ്റ്. ഓക്കെ, വാട്ട് ഈസ് മാറ്റർ? സോ ഡെഫിനിഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഒക്കുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ്. നമ്മുടെ എ ഓപ്ഷൻ എന്താണ്? എനിത്തിങ് ദാറ്റ് ഹാസ് മാസ്, അത് കറക്റ്റ് ആണ്. നമ്മുടെ ബി ഓപ്ഷൻ എന്താണ്? എനിത്തിങ് ദാറ്റ് ഒക്കുപ്പൈസ് സ്പേസ്. സോ സ്പേസ് വേണം മാറ്റർ നിൽക്കാൻ വേണ്ടിയിട്ട്, അതിനൊരു മാസ് ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം എ ഓപ്ഷൻ കറക്റ്റ് ആണ്, ബി ഓപ്ഷനും കറക്റ്റ് ആണ്. അപ്പൊ NMMS എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു എന്ന് വിചാരിക്കും, വരാൻ ചാൻസ് ഇല്ല. ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ഒന്നും NMMS എക്സാമിന് നിങ്ങളോട് ചോദിക്കില്ല. സോ എ ഓപ്ഷനും കറക്റ്റ് ആണ്, ബി ഓപ്ഷനും കറക്റ്റ് ആണ്. സോ നമ്മുടെ ആൻസർ ഏതാ? വോയിസ് ഓൺ ആക്കിയിട്ട് പറയാം. ഏതാ നമ്മുടെ കറക്റ്റ് ആൻസർ? ഏതാ? ഓക്കെ, സി, ബോത്ത് ഓഫ് ദം. മാറ്ററിന് മാസ് ഉണ്ട്, അതിന് ഒക്കുപ്പൈ ചെയ്യാൻ ഇറ്റ് നീഡ് സം സ്പേസ്. സോ എ ഓപ്ഷൻ കറക്റ്റ് ആണ്, ബി ഓപ്ഷനും കറക്റ്റ് ആണ്. സോ വി ക്യാൻ സേ ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ സി, ബോത്ത് ഓഫ് ദം. ഇതെല്ലാവർക്കും ക്ലിയർ ആണല്ലോ ഈ ക്വസ്റ്റ്യൻ, അതിന്റെ ആൻസർ? ഇതിന് എക്സ്പ്ലനേഷൻ ഒന്നും തരാം. ഓക്കെ, മതി. അപ്പൊ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ.
ഓക്കെ, നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മാറ്റർ? നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ആൻസർ പറയാം, വോയിസ് പറയാൻ പാടില്ല. ചാറ്റ് ബോക്സിൽ ഫസ്റ്റ് ആൻസർ പറയാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മാറ്റർ? ഓപ്ഷൻ എ ഐഡിയ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ബി ബുക്ക് ആണ്, നമ്മൾ പഠിക്കുന്ന ബുക്ക്. ഓപ്ഷൻ സി ലവ് ആണ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദം. ഈ പറഞ്ഞ ആരും മാറ്റർ അല്ല, മാറ്ററിന്റെ എക്സാമ്പിൾ അല്ല എന്നാണ് ഓപ്ഷൻ ഡി പറയുന്നത്. ഓക്കെ, ആൻസർ ടൈപ്പ് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. കറക്റ്റ് ആൻസേഴ്സ് കുറെ ആൾക്കാർ പറയുന്നുണ്ട്. പെട്ടെന്ന് ബാക്കിയുള്ളവരും കൂടി ഒന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്തേ. ഓക്കെ ഓക്കെ ഓക്കെ, ആൻസേഴ്സ് വരുന്നുണ്ടോ? ഓ, എല്ലാരും കറക്റ്റ് ആയിട്ട് ആൻസേഴ്സ് പറയുന്നുണ്ട്, കറക്റ്റ് ആയിട്ട്. അപ്പൊ നിങ്ങൾ ഈ ചാപ്റ്റർ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ സൂപ്പർ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. നമ്മൾ സൂപ്പർ 40 ക്വസ്റ്റ്യൻസ് നിങ്ങൾ സൂപ്പർ ആയിട്ട് ആൻസർ ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, എല്ലാ ആൾക്കാരും ചാറ്റ് ബോക്സിൽ ആൻസർ പറഞ്ഞു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ മാറ്റർ? സോ എന്താണ് ക്വസ്റ്റ്യനില്? മാറ്ററിന്റെ എക്സാമ്പിൾസ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐഡിയ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ഓപ്ഷൻ, ദാറ്റ് ഈസ് ഐഡിയ. ഇറ്റ് ഈസ് എ, ഇവിടെ എഴുതിയത് കാണുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? കളർ മാറ്റണോ? കേൾക്കുന്നില്ലല്ലോ റെസ്പോൺസ്. ഇവിടെ നോൺ മാറ്റർ എന്ന് എഴുതിയത് കാണുന്നുണ്ടോ? ഓക്കെ, നമുക്ക് ബ്ലാക്ക് കളറിലേക്ക് പോവാം. ഓക്കെ, സോ ഐഡിയ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ നോൺ മാറ്റർ. അത് മാറ്റർ അല്ല, നോട്ട് മാറ്റർ അല്ലെങ്കിൽ നോൺ മാറ്റർ എന്ന് പറയാം. ബുക്ക് എന്താണ്? ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ മാറ്റർ. ഇറ്റ് നീഡ്സ് സ്പേസ് ടു ഓക്കുപ്പൈ. നിങ്ങളുടെ ടേബിളിന്റെ മുകളിൽ അവിടെ എന്താ, അതിന് നിൽക്കാൻ സ്പേസ് വേണം. മാസ് ഉണ്ടോ? കയ്യിൽ വെച്ച് നോക്കുവാണ്, മാസ് ഉണ്ട്. ഇറ്റ് ഹാസ് മാസ്. സോ മാറ്ററിന്റെ ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഓക്കുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ്. സോ ബുക്കിന് മാസ് ഉണ്ട്, അതിന് ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് വേണം. ലവിന് ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് വേണം. ദാറ്റ്സ് എൻ ഇമോഷൻ. അതിന് മാസ് ഉണ്ടോ? ഇല്ല. ഐഡിയക്ക് എന്താ? സ്പേസ് വേണ്ട ഒക്കുപ്പൈ ചെയ്യാൻ, അതിന് മാസ് ഇല്ല. നൺ ഓഫ് ദം ആണ് ഡി ഓപ്ഷൻ. ഈ പറഞ്ഞ ആരും അല്ല എന്ന് പറയുന്നത്, അത് തെറ്റല്ലേ? ബുക്ക് ഇറ്റ് ഇസ് എ മാറ്റർ. സോ നമ്മുടെ ആൻസർ ബി ആണ്. ആൻസർ ബി, ബുക്ക്. നിങ്ങൾ എല്ലാരും കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, നിങ്ങൾ സൂപ്പർ ആയിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുന്നുണ്ടാവും. സോ ക്വസ്റ്റ്യൻ നമ്പർ 3, the amount of matter in a body is called its. ഒരു മാറ്ററിലെ ഒരു ബോഡിയിലുള്ള മാറ്ററിന്റെ എമൗണ്ടിന് എന്താണ് വിളിക്കുക? ഓക്കെ, കറക്റ്റ് ഓപ്ഷൻ വരട്ടെ. എല്ലാവരും പറയണം. ഓക്കെ, ഫാസ്റ്റ് ആയിട്ട് NMMS എക്സാമിന് പോയാലും ഫാസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്തണം. പക്ഷെ ആലോചിച്ച് തിങ്ക് ചെയ്തതിനു ശേഷം ഫാസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാം. ഇപ്പൊ എങ്ങനെയാ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുക? പ്രാക്ടീസ് ചെയ്യണം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ചാപ്റ്റർ പഠിച്ചാൽ മാത്രം പോരാ, നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് ആൻസർ പറഞ്ഞോളൂ ചാറ്റ് ബോക്സിൽ. ഓക്കെ, എ ഓപ്ഷൻ, ഡി ഓപ്ഷൻ, അങ്ങനെ കുറെ ഓപ്ഷൻസ് വരുന്നുണ്ട് ഇവിടെ. ഓക്കെ, ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക, നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിച്ച് നോക്കുക, എന്നിട്ട് ആൻസർ ചെയ്യുക. The amount of matter in a body is called its. ഈ ക്വസ്റ്റ്യൻ NMMS എക്സാമിന് വരില്ല. നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങൾ അറിയോ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഡെൻസിറ്റി ആണ് ഫസ്റ്റ് ഓപ്ഷൻ. ഡെൻസിറ്റി നിങ്ങളുടെ ഫിസിക്സിൽ പഠിക്കുന്ന ടേം ആണ് ഡെൻസിറ്റി. ഡെൻസിറ്റി എന്താടാ? മാസ് ബൈ പറഞ്ഞേ, മാസ് ബൈ മാസ് ബൈ വോളിയം ആണ് നമ്മുടെ ഡെൻസിറ്റി എന്ന ടേം. സോ ഇറ്റ് ഈസ് നോട്ട് ദ എമൗണ്ട് ഓഫ് മാറ്റർ. വെയിറ്റ് എന്താ? ഡബ്ല്യു നമ്മൾ ഡിനോട്ട് ചെയ്യും വെയിറ്റിനെ. നമ്മൾ ഫിസിക്സിൽ അതും പഠിച്ചിട്ടുണ്ട്. W = mg എന്ന ഇക്വേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടി കൺസിഡർ ചെയ്തിട്ടാണ് വെയിറ്റ് എന്ന ടേം വരുന്നത്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ അറിയോ നിങ്ങൾക്ക്? ഫിസിക്സ് പഠിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞോ? ഇല്ല, പഠിച്ചിട്ടില്ല അല്ലെ? ഓക്കെ, വെയിറ്റ് അതൊക്കെ നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്ന ടേംസ് ആണ്. വോളിയത്തിന്റെ യൂണിറ്റ്സ് എന്തൊക്കെയായിരുന്നു മക്കളെ? വോളിയത്തിന്റെ യൂണിറ്റ്
ഓർമ്മയുണ്ടോ? വോളിയത്തിന്റെ യൂണിറ്റ് ഒരു യൂണിറ്റ് ഞാൻ പറയാം, മില്ലി ലിറ്റർ. വേറെ യൂണിറ്റ് നിങ്ങൾ പറഞ്ഞേ, വോളിയത്തിന്റെ യൂണിറ്റ് ഒരു യൂണിറ്റ്. ലിറ്റർ. ഓക്കെ, ലിറ്റർ. ഇറ്റ് ഇസ് അനദർ യൂണിറ്റ് ഓഫ് വോളിയം. അങ്ങനെ കുറെ യൂണിറ്റ്സ് ഉണ്ട് വോളിയത്തിന്. സോ വോളിയം എന്താണ്? ദ സ്പേസ് occupied by a body. നമ്മുടെ മാറ്ററിന്റെ ഡെഫിനിഷൻ പറഞ്ഞു, മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് occupies space and has mass. The amount of matter in a body is called its mass. Answer mass ആണ്. What is volume? It is a space occupied by a body. ഒരു ബോഡി occupy ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്പേസിനെയാണ് നമ്മൾ വോളിയം എന്ന് പറയുന്നത്. The amount of matter in a body is called its mass. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി മാസ് ആണ് കറക്റ്റ് ആൻസർ. നിങ്ങൾ കുറെ ആൾക്കാർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ആൾക്കാർ എ ഓപ്ഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഡെൻസിറ്റി ഒക്കെ നിങ്ങൾ ഫിസിക്സിൽ പഠിക്കുന്ന ടേമാണ്. വെയിറ്റ് ഫിസിക്സ് പഠിക്കുന്ന ഒരു ടേമാണ്. വോളിയം ഇറ്റ് ഈസ് എ സ്പേസ് ഒക്കുപ്പൈഡ് ബൈ എ ബോഡി. ഒരു ബോഡിക്ക് നിൽക്കാൻ ആവശ്യമുള്ള സ്പേസിനാണ് വോളിയം എന്ന് പറയുന്നത്. വോളിയത്തിന്റെ യൂണിറ്റ്സ് നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ. മാസ് ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ എ ബോഡി, ദാറ്റ് ഈസ് മാസ്. 3 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണോ? ഓക്കെ, സോ 3 സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും NMS എക്സാമിന് ചോദിക്കില്ല. സോ വി ആർ ഗോയിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 4. നന്നായിട്ട് വായിക്കണം. ഞാൻ ക്വസ്റ്റ്യൻ പറയാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ട്രൂ അബൌട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ? നമ്മുടെ ടൈനി പാർട്ടിക്കിൾസ് ഇൻ മാറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ടൈനി പാർട്ടിക്കിൾസ്, മാറ്റർ ഈസ് മെയ്ഡ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ്. അപ്പൊ ടൈനി പാർട്ടിക്കിൾസിന്റെ കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ആ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് 4 ഓപ്ഷൻ ആയിട്ട് താഴെ കൊടുത്തിട്ടുള്ളത്. അതില് കറക്റ്റ് ഓപ്ഷൻ, ദാറ്റ് ഈസ് ട്രൂ ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ നിങ്ങൾ പറയും. ഒരു ഓപ്ഷൻ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. സോ ഞാൻ ഓപ്ഷൻസ് വായിക്കാം. പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ. ആൻസർ കിട്ടിയ ആൾക്കാർക്ക് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ വരുന്നുണ്ട്, ആൻസേഴ്സ് വരുന്നുണ്ടോ? സോ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ. ഓക്കെ ആൻസർ വരുന്നുണ്ടോ? ബാക്കിയുള്ളവരും ട്രൂ. ഓക്കെ, ബാക്കിയുള്ളവരും കൂടി പെട്ടെന്ന് എല്ലാവരും ആൻസർ ചെയ്യണം. ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസും ആൻസർ ചെയ്യണം. നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ വെരി സ്മോൾ. നമ്മൾ പറഞ്ഞിട്ടുണ്ടോ മാറ്റർ ഈസ് മെയ്ഡ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ്. ടൈനി എന്ന് പറഞ്ഞാൽ ചെറിയ പാർട്ടിക്കിൾസ് ആണ്. സോ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ വെരി സ്മോൾ. ദാറ്റ് ഈസ് കറക്റ്റ്. നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. ടൈനി പാർട്ടിക്കിൾസ് cannot be seen with our naked eyes. ഈ ക്വസ്റ്റ്യൻ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഓപ്ഷൻസ് നോക്കാം ഫസ്റ്റ്. The tiny particles cannot be seen with our naked eyes. നമ്മുടെ കണ്ണിനെ കൊണ്ട്, നഗ്ന നേത്രം കൊണ്ട് ഈ ടൈനി പാർട്ടിക്കിൾസ് നമുക്ക് കാണാൻ പറ്റില്ല. That is also correct. Last ഓപ്ഷൻ, particles of matter do not move. എടാ ശ്രദ്ധിച്ചേ, ഈ ക്വസ്റ്റ്യനില് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ട്രൂ അബൌട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആണ്. സോ അവിടെ ട്രൂ അല്ല കൊടുക്കേണ്ടത്, ഇവിടെ എന്താണ്? നോട്ട് ട്രൂ ആണ് കൊടുക്കേണ്ടത്. ടൈപ്പ് ചെയ്യുമ്പോൾ വന്ന ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. ട്രൂ അല്ലാത്തത് മാറ്ററിന്റെ പാർട്ടിക്കിൾസ്, ടൈനി പാർട്ടിക്കിൾസിനെ കുറിച്ച് ശരിയല്ലാത്ത, കറക്റ്റ് അല്ലാത്ത, ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചത്. ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു പോയതാണ്. പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ വെരി സ്മോൾ ആണ്. ഓക്കെ, നിങ്ങൾ കറക്റ്റ് ഓപ്ഷൻ വീണ്ടും പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ മാറ്റിയപ്പോൾ നിങ്ങൾ കറക്റ്റ് ഓപ്ഷൻ പറയുന്നുണ്ട്. സോ സോറി ഫോർ ദ മിസ്റ്റേക്ക്. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ വന്ന ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. ഓക്കെ, മൈക്ക് ഓഫ് ചെയ്തേ. ഓക്കെ, പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ വെരി സ്മോൾ. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ടൈനി പാർട്ടിക്കിൾസ് കനോട്ട് ബി സീൻ വിത്ത് അവർ നേക്കഡ് ഐസ്. നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് ടൈനി പാർട്ടിക്കിൾസിനെ കാണാൻ പറ്റില്ല. പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഡു നോട്ട് മൂവ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ദ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ടൈനി പാർട്ടിക്കിൾസ് ആർ ഇൻ കോൺസ്റ്റന്റ് മോഷൻ. അവർ വെറുതെ ഇരിക്കത്തേയില്ല,
അവർക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കാൻ ഇഷ്ടം. അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഒരു ഫിനോമിന പഠിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ അതിലെന്താണ്, മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ആണ്. മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് കാരണമാണ് ഡിഫ്യൂഷൻ എന്ന ഫിനോമിന ഉള്ളത്. സോ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഡു നോട്ട് മൂവ് എന്നാണ് സി ഓപ്ഷൻ പറയുന്നത്. സോ നമുക്കറിയാം ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ ഇൻ കോൺസ്റ്റന്റ് മോഷൻ. ദേ ആർ ഇൻ കോൺസ്റ്റന്റ് മോഷൻ. നമുക്ക് പറയാം they are in constant motion. The particles of matter are in constant motion. They are in continuous motion. അവർ വെറുതെ ഇരിക്കുന്നില്ല. സോളിഡ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസ് എടുത്തോ. സോളിഡ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസിന് ദ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് റെസ്ട്രിക്റ്റഡ് ആണ്. പക്ഷെ അവർ അവിടെ നിന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ സേ ദ പാർട്ടിക്കിൾസ് ഇൻ സോളിഡ് സ്റ്റേറ്റ് എക്സിബിറ്റ് വൈബ്രേഷണൽ മോഷൻ. അവർ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്കൊന്നും പോകാൻ വിടില്ല, പക്ഷെ ദേ ക്യാൻ എക്സിബിറ്റ് വൈബ്രേഷണൽ മോഷൻ. അതൊരു ടൈപ്പ് ഓഫ് മോഷൻ ആണ്. സോ എല്ലാ പാർട്ടിക്കിൾസും, ടൈനി പാർട്ടിക്കിൾസും മോഷനിൽ തന്നെയാണ്. ഓക്കെ, ലേറ്റ് ആയിട്ട് കുറച്ച് ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. സോ ഡി ഓപ്ഷൻ നോക്കണം. പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ, ദ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ അട്രാക്ട് ഈച്ച് അതർ. നമ്മൾ സോളിഡ് സ്റ്റേറ്റിന്റെ കാര്യത്തിൽ പറഞ്ഞു, ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. സോളിഡ് സ്റ്റേറ്റ് അതിൽ കുറെ പാർട്ടിക്കിൾസ്, അവിടെ കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്. ഇതൊക്കെ എന്താണ്, പാർട്ടിക്കിൾസ് ആണ്. നമ്മുടെ സോളിഡ് സ്റ്റേറ്റിലെ കുറെ പാർട്ടിക്കിൾസ് ആണ്. സോളിഡ് സ്റ്റേറ്റിലെ കുറെ പാർട്ടിക്കിൾസ് ആണ് എന്ന് വിചാരിക്കും. സോ ഈ ഫസ്റ്റ് പാർട്ടിക്കിളിനെ ഈ സെക്കൻഡ് പാർട്ടിക്കിൾ ഏട്ടനാണ്. അപ്പൊ ഈ ഫസ്റ്റ് പാർട്ടിക്കിളിനെ സെക്കൻഡ് പാർട്ടിക്കിൾ അട്രാക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്, ഇങ്ങനെ പിടിച്ചു വലിക്കുന്നുണ്ട്. അവനെ പുറത്തൊന്നും കളിക്കാൻ ചേട്ടൻ വിടില്ല. അപ്പൊ ഈ സെക്കൻഡ് പാർട്ടിക്കിളിനെ ഒരു തേർഡ് പാർട്ടിക്കിൾ ഉണ്ട്, ആ തേർഡ് പാർട്ടിക്കിൾ അട്രാക്ട് ചെയ്തിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അത് അവനെ പുറത്തേക്ക് പോകാനൊന്നും വിടില്ല. അവിടെ നിന്നിട്ട് വൈബ്രേറ്റ് ചെയ്യാം, ഇറ്റ് ഇസ് ഓക്കെ. പക്ഷെ അടുത്ത വീട്ടിലൊന്നും പോയിട്ട് കളിക്കാൻ പാടില്ല. സോ തേർഡ് പാർട്ടിക്കിൾ ഇവിടെയുണ്ട്, ഫോർത്ത് പാർട്ടിക്കിൾ ഒന്നും. സോ ഫോർത്ത് പാർട്ടിക്കിൾ ഫസ്റ്റ് പാർട്ടിക്കിളിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾസ്. ടൈനി പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അപ്പൊ വോയിസ് ഓൺ ആക്കിയിട്ടൊന്ന് പറഞ്ഞു ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും? ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണ് ഇതില്? സി ഓപ്ഷൻ ആണ് കറക്റ്റ് ഓപ്ഷൻ. കറക്റ്റ് ആൻസർ സി ആണ്. പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഡു നോട്ട് മൂവ് എന്നാണ് സി ഓപ്ഷൻ പറഞ്ഞത്. നമുക്ക് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആവുന്നത്. പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ ഇൻ കണ്ടിന്യൂസ് മോഷൻ, ദേ ആർ ഇൻ കോൺസ്റ്റന്റ് മോഷൻ. അപ്പൊ കോൺസ്റ്റന്റ് മോഷൻ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഫിനോമിന പഠിച്ചിട്ടുണ്ട്. ഏതാണ് അത്? ഡിഫ്യൂഷൻ. ഡിഫ്യൂഷനില് പാർട്ടിക്കിൾസിന് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഡിഫ്യൂഷൻ എന്ന ഫിനോമിന വന്നത്. വേറൊരു ഫിനോമിന കൂടി ഉണ്ട്, ബ്രൗണിയൻ മോഷൻ എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ NMMS ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. നമ്മുടെ റെഗുലർ സ്റ്റുഡൻസിന് ബ്രൗണിയൻ മോഷൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സിലബസിൽ ഇല്ലാത്ത കാര്യമാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 4 ക്ലിയർ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5ലേക്ക് പോയാലോ? ഓക്കെ. സോ ഇനിയെല്ലാം NMMS എക്സാമിന് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നന്നായിട്ട് വായിച്ചിട്ട് വേണം ആൻസേഴ്സ് ചാറ്റ് ബോക്സിൽ പറയാൻ വേണ്ടിയിട്ട്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 5. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് സോളിഡ് സ്റ്റേറ്റ് ഈസ് ഇൻകറക്റ്റ്? സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ച് കുറെ സ്റ്റേറ്റ്മെന്റ്സ്, 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ്സിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? സോളിഡ് സ്റ്റേറ്റ്. പെട്ടെന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞോളൂ. സോളിഡ് സ്റ്റേറ്റ്. ഓക്കെ, പറയുന്നുണ്ട്. ഓക്കെ, ബാക്കി എല്ലാ ആൾക്കാരും ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യാം, ആൻസർ പറയാം. ഓക്കെ, എല്ലാവരും കറക്റ്റ് ആയിട്ട് ഇതുവരെ പറഞ്ഞത്. ഓക്കെ, ഒരാൾ തിരിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവരും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. എല്ലാവരും പറയണം ആൻസർ. നമ്മൾ പ്രാക്ടീസ് ചെയ്യാണ്. നമ്മള് ലാസ്റ്റ് 2 ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാണ്. ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാണ്. ജസ്റ്റ് കാര്യങ്ങൾ പഠിച്ചതുകൊണ്ട് മാത്രമായില്ല, ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് കറക്റ്റ് ആക്കിയാൽ മാത്രമേ എനിക്ക് NMMS സ്കോളർ ആയിട്ട് മാറാൻ പറ്റുള്ളൂ. ഓക്കെ, എല്ലാവരും കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് സോളിഡ് സ്റ്റേറ്റ് ഈസ് ഇൻകറക്റ്റ്? ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സോളിഡ് സ്റ്റേറ്റിന് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇറ്റ് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്. അവിടെ ഒരു കല്ല്, ഓക്കെ, ഒരു കല്ലെടുത്ത് സർക്കുലർ ഷേപ്പ് ആണെന്ന് വിചാരിക്കുക, അസ്യൂം ചെയ്യാം. നിങ്ങളുടെ വീട്ടിലെ ഏത് കല്ലെടുത്ത് നോക്കിയാലും സർക്കുലർ ഷേപ്പിലൊന്നും കിട്ടില്ല കറക്റ്റ് ആയിട്ട്. സോ സർക്കുലർ ഷേപ്പിലുള്ള കല്ല്
ഞാനൊരു ബോട്ടിൽ ഇട്ടു, അതിന്റെ ഷേപ്പ് അതാണ്. ഞാൻ വലിയൊരു കണ്ടെയ്നർ ലോറിയിൽ കൊണ്ടുപോയിട്ടു, അപ്പോഴും അതിന്റെ ഷേപ്പ് സെയിം ആണ്. സോ അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നില്ല. സോ നമ്മുടെ സോളിഡ് സ്റ്റേറ്റില് സോളിഡ് സ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ട്. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് കറക്റ്റ്. നമുക്ക് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആവേണ്ടത്. സോ നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ പോകണം. സോ കല്ലിന്റെ വോളിയം ഏത് കണ്ടെയ്നറിൽ വെച്ചാലും എവിടെ വെച്ചാലും നമ്മുടെ കല്ലിന്, നമ്മുടെ സ്റ്റോണിൽ ഇറ്റ് ഹാസ് ഫിക്സ്ഡ് വോളിയം. അതിന്റെ വോളിയം ചേഞ്ച് ചെയ്യുന്നില്ല. ഏത് കണ്ടെയ്നറിൽ കൊണ്ടുപോയി വെച്ചാലും അതിന്റെ വോളിയം ചേഞ്ച് ചെയ്യുന്നില്ല. സോ വി ക്യാൻ സേ സോളിഡ് സ്റ്റേറ്റിന് ഫിക്സ്ഡ് വോളിയം ഉണ്ട്. സോ നമ്മുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. തേർഡ് വൺ, ഹാവ് ഹൈ കംപ്രസിബിലിറ്റി. ഞാൻ സോളിഡ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസിനെ ഇവിടെ ചെറുങ്ങനെ വരക്കുവാണ്. സോളിഡ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോളിഡ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസ് ആണ്. ഈ പാർട്ടിക്കിൾസ് എന്താണ്? വെരി വെരി ക്ലോസ് ആണ്, അടുത്തടുത്താണ്, നല്ല കണക്ഷൻ ആണ് എല്ലാ പാർട്ടിക്കിൾസും തമ്മിൽ. സോ എല്ലാ പാർട്ടിക്കിൾസും അടുത്തടുത്താണ് ഉള്ളത്. നിങ്ങളൊരു ബസ്സിൽ, നല്ല തിരക്കുള്ള ഒരു ബസ്സാണ്. സോ ബസ്സില് ഫുൾ ആളാണ്. അവിടെ ക്ലീനർ എല്ലാം കണ്ടക്ടർ പറയാണ്, മുന്നോട്ട് നിൽക്കുക, മുന്നോട്ട് നിൽക്കുക. നിങ്ങൾ മാക്സിമം കംപ്രസ് ചെയ്യാൻ നോക്കും. തിരക്കുള്ള ബസ്സാണ്, അവിടെ ഓൾറെഡി സ്ഥലമില്ല. സോ നമുക്ക് വീണ്ടും കംപ്രസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞായറാഴ്ച, സൺഡേ പോകുന്നൊരു ബസ്സാണ്, അതിൽ കുറെ സ്പേസ് ഫ്രീ ആണ്. സോ കണ്ടക്ടർ മുന്നോട്ട് നിൽക്കാൻ പറഞ്ഞാൽ നമുക്ക് കംപ്രസ് ചെയ്ത് കുറെ സ്പേസ് ഉണ്ടാക്കും. അപ്പൊ വീണ്ടും കൂടുതൽ ആൾക്കാരെ കയറ്റാൻ പറ്റും. സിമിലർലി നമ്മുടെ സോളിഡ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസ് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. അതിനിടയിൽ സ്പേസ് ഇല്ല. സോ നീ എത്ര ഫോഴ്സ് എടുത്തിട്ട് അവനെ പിടിച്ച് അമർത്തിയാലും അവൻ മുന്നോട്ടൊന്നും പോയില്ല. അവിടെ സ്പേസ് ഇല്ല, മുന്നോട്ടേക്ക് പോകാൻ സ്പേസ് ഇല്ല. സോ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റില്ല. സോ വി ക്യാൻ സേ ദേ ഹാവ് ഹൈ കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. ഹൈ കംപ്രസിബിലിറ്റി നമുക്ക് നോക്കാം. ഫോർത്ത് ഓപ്ഷൻ, ഡിഫിക്കൽട്ട് ടു ചേഞ്ച് ദിയർ ഷേപ്പ്. ഷേപ്പ് ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ് സോളിഡ്സിന്റെ കേസിൽ. അവിടെ കല്ലിന്റെ ഷേപ്പ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വെള്ളാണെങ്കിലോ, നമ്മളൊരു കണ്ടെയ്നർ മാറ്റി അതിന്റെ ഷേപ്പ് മാറും. ലിക്വിഡ് സ്റ്റേറ്റ് ആണെങ്കിൽ സോ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു ചേഞ്ച് ദിയർ ഷേപ്പ്. സോ നമ്മുടെ ഫോർത്ത് ഓപ്ഷൻ കറക്റ്റ് ആണ്. അപ്പൊ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാ? വോയിസ് ഓൺ ആക്കിയിട്ട് പറഞ്ഞേ. ഹൈ കംപ്രസിബിലിറ്റി ഉണ്ടെന്നാ പറയുന്നത്. സോ അതിനിടയിൽ സ്പേസ് ഇല്ല, കംപ്രസ് ചെയ്യാൻ പറ്റില്ല. വി ക്യാൻ സേ ദേ ഹാവ് ലോ കംപ്രസിബിലിറ്റി. ഹൈ കംപ്രസിബിലിറ്റി അല്ല, സോളിഡ് സ്റ്റേറ്റിലെ ആൾക്കാർക്ക് ലോ കംപ്രസിബിലിറ്റി ആണ്. സോ 4 ഓപ്ഷൻ പറഞ്ഞു, കറക്റ്റ് ഓപ്ഷൻ സി ആണ്. ഇതൊക്കെ NMS എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. എ ഫോം ഓഫ് മാറ്റർ ഹാസ് നോ ഫിക്സ്ഡ് ഷേപ്പ് but it has fixed volume. An example of this form of matter is, എന്താണ്? മാറ്ററിന്റെ ഒരു ഫോം ആണ്. ഞങ്ങൾക്കറിയാം ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, ഡിഫറെന്റ് ഫോം ഉണ്ട് മാറ്ററിന്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ എക്സെട്ര. സോ ഇതിൽ ഒരു സ്റ്റേറ്റിന് അല്ലെങ്കിൽ ഒരു ഫോം ഓഫ് മാറ്ററിന് എനിക്ക് ആൻസർ അറിയാമെങ്കിൽ പറയാം കേട്ടോ ചാറ്റ് ബോക്സിൽ. ഫിക്സ്ഡ് ഷേപ്പ് ഇല്ല. ഇറ്റ് ഹാസ് നോ ഫിക്സ്ഡ് ഷേപ്പ്. ഇറ്റ് ഹാസ് നോ ഫിക്സ്ഡ് ഷേപ്പ്. ഫിക്സ്ഡ് ഷേപ്പ് ഇല്ല. ഇറ്റ് ഹാസ് ഫിക്സ്ഡ് വോളിയം. ഇറ്റ് ഹാസ് ഫിക്സ്ഡ് വോളിയം. അപ്പൊ കുറെ ആൾക്കാർ ആൻസർ പറയുന്നുണ്ടാവും. ഓക്കെ നമുക്ക് നോക്കാം. സപ്പോസ് നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് എടുത്ത് നോക്കി. ഒരു കല്ല്, സോളിഡ് സ്റ്റേറ്റ് എടുത്തു, അതായത് ഒരു കല്ല്. അതിനെന്താ? അതിന് ഫിക്സ്ഡ് വോളിയം ഉണ്ട്. അതിന്റെ വോളിയം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഹാസ് എ ഫിക്സ്ഡ് വോളിയം. സോളിഡ് സ്റ്റേറ്റ് ആണെങ്കിൽ അതിന് ഒരു ഫിക്സ്ഡ് ഷേപ്പ് ഉണ്ട്. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്യണം. ഫിക്സ്ഡ് ഷേപ്പ് ഉണ്ട്. ഓക്കെ, സോ സെക്കൻഡ് വൺ നമ്മുടെ ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. നമ്മുടെ ലിക്വിഡ് സ്റ്റേറ്റ് എടുത്ത് നോക്കി. വെള്ളം ഒരു 100 ml വാട്ടർ ഞാൻ എടുത്തു. അത് ഡിഫറെന്റ് കണ്ടെയ്നേഴ്സിലേക്ക് ഞാൻ മാറ്റി. സോ ഫസ്റ്റ് കണ്ടെയ്നർ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു കണ്ടെയ്നർ, അവിടെ അതിനൊരു ഷേപ്പാണ്. പിന്നെ ഞാൻ റെക്ടാംഗുലർ ഷേപ്പിലുള്ള കണ്ടെയ്നർ എടുത്തത്. അപ്പോ വെള്ളത്തിന്റെ, വാട്ടറിന്റെ ഷേപ്പ് എന്താണ്? ഒരു റെക്ടാംഗുലർ ഷേപ്പാണ്. സോ വി ക്യാൻ സേ നമ്മുടെ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് ഫിക്സ്ഡ് വോളിയം ഇല്ല. ഇറ്റ് ഹാസ് നോ ഫിക്സ്ഡ് വോളിയം.
വോളിയം ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഫിക്സ്ഡ് വോളിയം ഇല്ല. സോറി ഇറ്റ് ഹാസ് ഫിക്സ്ഡ് വോളിയം. വോളിയം ഉണ്ട്. വോളിയം എത്രയാണ്? 100 ml ആണ്. വോളിയം 100 ml ആണ്. സോ ഇറ്റ് ഹാസ് ഫിക്സ്ഡ് വോളിയം. ഫിക്സ്ഡ് ഷേപ്പ് ഇല്ല. നോ സർ മൈക്ക് മ്യൂട്ടായി. സാർ മൈക്ക് മ്യൂട്ടായി. സാർ മൈക്ക് മ്യൂട്ടാണ്. ഓക്കെ അല്ലേ? യെസ് സർ. ഓക്കെ സർ. ഓക്കെ. സാർ ഇച്ചിരി ഉറപ്പിനെ പറയും, കേൾക്കുന്നില്ല. കേൾക്കുന്നില്ലേ? ഉണ്ട് സാർ. കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ. ചില ആൾക്കാരെ പ്രശ്നമായിരിക്കാം. സോ ലിക്വിഡ് സ്റ്റേറ്റിൽ ഇറ്റ് ഹാസ് നോ ഫിക്സ്ഡ് ഷേപ്പ്. ഇറ്റ് ഹാസ് ഫിക്സ്ഡ് വോളിയം. 100 ml എടുത്താൽ എല്ലാ കേസിലും 100 ml ആണ്. സോ അതിന്റെ ഷേപ്പ് ഓരോ കണ്ടെയ്നറിലും മാറുന്നുണ്ട്. നോ ഫിക്സ്ഡ് ഷേപ്പ്, ഇറ്റ് ഹാസ് ഫിക്സ്ഡ് വോളിയം. സോ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് ഫോം ഓഫ് മാറ്റർ, അത് ഏത് സ്റ്റേറ്റിലാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഏത് സ്റ്റേറ്റിലുള്ള മാറ്ററിനെ കുറിച്ചാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? പറഞ്ഞേ. സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, ഗ്യാസ് ആണോ? നോ ഫിക്സ്ഡ് ഷേപ്പ്, ഇറ്റ് ഹാസ് ഫിക്സ്ഡ് വോളിയം. പറഞ്ഞേ. ചെറിയ ഭാവിയൊക്കെ ആൻസർ പറയുന്നുണ്ടോ? അവിടെ കേൾക്കുന്നില്ലേ? ഏത് സ്റ്റേറ്റ് ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ലിക്വിഡ് സ്റ്റേറ്റ്. ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. സോ നമ്മുടെ ഓക്സിജൻ, സോറി ഓക്കെ. സോ നമ്മുടെ ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ ഏത് സ്റ്റേറ്റിലാണ്? എക്സിസ്റ്റ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് എ ഗ്യാസ്. ഓക്സിജൻ ഗ്യാസ് ആണ്. കെറോസിൻ ഏതാണ്? നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കെറോസിൻ. ഇറ്റ് എക്സിസ്റ്റ് ഇൻ ദി ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. സ്റ്റീലിന്റെ പരസ്യമൊക്കെ നിങ്ങൾ ടിവി കണ്ടത്. സ്റ്റീൽ അത് ഏത് സ്റ്റേറ്റ് ആണ്? സോളിഡ് സ്റ്റേറ്റിലാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഏത് സ്റ്റേറ്റിലാണ്? Carbon dioxide and oxygen, they are exist. Sorry. Okay, answer correct പറയുന്നത്. Okay, gaseous state ലാണ് exist ചെയ്യുന്നത്. Kerosene it exists in the liquid state. Steel it is a solid. So നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഏതാണ് ലിക്വിഡ്? അപ്പൊ ഓപ്ഷനിൽ ഏതാ കറക്റ്റ്? ഏതാ? കെറോസിൻ. കെറോസിൻ. സോ ലിക്വിഡ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. കെറോസിൻ ആണ് നമ്മുടെ ആൻസർ. ദാറ്റ് ഈസ് കെറോസിൻ. So next question പോവാണ്. Which of the following statements is correct for gaseous state? Which of the following statements is correct for solid state? നമ്മൾ നോക്കി. ഇപ്പോഴെന്താ gaseous സ്റ്റേറ്റിനെ കുറിച്ചുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന്. സോ ഫസ്റ്റ് ഇന്റർമോളിക്കുലാർ. സോ നിങ്ങൾ ഫ്രണ്ട്സ് ഇപ്പോഴും ജോയിൻ ചെയ്യുന്നുണ്ട്. 3:30 പറഞ്ഞ ക്ലാസ് ആണ്. ഓക്കെ, പ്രശ്നമില്ല. സോ നമ്മുടെ gaseous സ്റ്റേറ്റിനെ കുറിച്ച് ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇന്റർമോളിക്കുലാർ ഫോഴ്സസ്. ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് എന്താണ്? പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അത്രയേ ഉള്ളൂ. സോ ഞാനിവിടെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസ് വരക്കുവാണ്. ഇവിടെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസ് അടുത്താണോ അല്ലെങ്കിൽ ഫാർ അവേ ഫ്രം ഈച്ച് അതർ ആണോ? പറഞ്ഞേ. പാർട്ടിക്കിൾസ് ആർ ഫാർ അവേ ഫ്രം ഈച്ച് അതർ. ദൂരാണ്. സോ അവന് വലിയ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഒക്കെ ഹൈ ആണ്. തൊട്ടടുത്ത ടൗണിലോ അവിടെ എവിടെയെങ്കിലും പോയിട്ടൊക്കെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാനൊക്കെ പറ്റും. അത്ര റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. അപ്പൊ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അപ്പൊ പിടിച്ചു വരിക്കുന്ന ഫോഴ്സ് വളരെ കുറവാണ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസിന്. സോ വി ക്യാൻ സേ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ആർ മാക്സിമം അല്ല. എന്താണ്? ഇറ്റ് ഈസ് എന്താണ്? പറഞ്ഞേ. മിനിമം ആണ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസിന്റെ കേസിൽ. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ദാറ്റ് ഈസ് മിനിമം. ഇനി സെക്കൻഡ് സ്പേസ് ആണ്. ഇന്റർമോളിക്കുലാർ മോളിക്യൂൾസ് തമ്മിലുള്ള സ്പേസ്, അതായത് ടൈനി പാർട്ടിക്കിൾസ് തമ്മിലുള്ള സ്പേസ് ആണ് ചോദിക്കുന്നത്.
സോ ടൈനി പാർട്ടിക്കിൾസ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ടൈനി പാർട്ടിക്കിൾസ് തമ്മിൽ സ്പേസ് കൂടുതലാണോ കുറവാണോ പറഞ്ഞേ? കൂടുതൽ. ഓക്കെ, കൂടുതലാണ്. ഇന്റർമോളിക്കുലാർ സ്പേസ് ഈസ് മാക്സിമം. സോ ഇത് കറക്റ്റ് ആണ്. സി ഓപ്ഷൻ നോക്കാം. ഇറ്റ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് വോളിയം. ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, ഡെഫിനിറ്റ് വോളിയം ഉണ്ടെന്നാ പറയുന്നത്. എടാ സോളിഡ് സ്റ്റേറ്റ് ആണെങ്കിൽ അതിന് രണ്ടും ഉണ്ട്. ഡെഫിനിറ്റ് ഷേപ്പും ഉണ്ട്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ 100 ml എടുത്തു, ഡിഫറെന്റ് കണ്ടെയ്നേഴ്സിൽ ഞാൻ എടുത്തു. അതിന് ഡിഫറെന്റ് ഷേപ്പ് ആണ്, പക്ഷെ അതിന്റെ വോളിയം ഫിക്സ്ഡ് ആണ്. ഗ്യാഷ്യസ് സ്റ്റേറ്റ് എടുത്താൽ അതിനൊന്നുമില്ല. ഇറ്റ് ഹാസ് നോട്ട് ഡെഫിനിറ്റ് ഷേപ്പ്, ഇറ്റ് ഹാസ് നോട്ട് ഡെഫിനിറ്റ് വോളിയം. അപ്പോ ഇത് ഇൻകറക്റ്റ് ആണ്, ഇതും ഇൻകറക്റ്റ് ആണ്. Okay, definite volume but not definite shape. It has not definite volume, not definite shape. അതും തെറ്റാണ്. ഡെഫിനിറ്റ് വോളിയം ഇല്ല, ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല എന്ന ഓപ്ഷനിൽ പറയുന്നുണ്ട്, പക്ഷെ നോ ഡെഫിനിറ്റ് വോളിയം. ഇവിടെ എന്താ? നോ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് വോളിയം. സോ ഇന്റർമോളിക്കുലാർ സ്പേസ് മാക്സിമം ആണ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസിന്. അപ്പൊ ബാക്കിയുള്ളവർ കറക്റ്റ് ഓപ്ഷൻ പറഞ്ഞേ. Option B. Option Okay, A. the space between the particles in the gaseous state is maximum. Correct statement adana. Question number 7. Correct answer in English. And question number 8 വളരെ simple ആയിട്ടുള്ള question. In which of the states the distance between the particles is maximum? നമ്മൾ already പഠിച്ചിട്ടുണ്ട്, ഇപ്പൊ പഠിച്ചു. So solid state എടുത്തു, solid state particles എടുത്തു. So particles are very close to each other. Liquid state particles എടുത്തു, compared to solid state നമ്മുടെ liquid state particles കുറച്ച് ദൂരെയാണുള്ളത്. നമ്മുടെ gaseous state particles നോക്കി, ഒരു പാർട്ടിക്കിൾ എവിടെ, ഒരു പാർട്ടിക്കിൾ എവിടെ, ഒരു പാർട്ടിക്കിൾ എവിടെ, ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ ദൂരെ. So the distance between the particles is maximum in gaseous state. Gasesനാണ് നമ്മുടെ ഡിസ്റ്റൻസ് കൂടുതൽ, ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. സോളിഡിലെ പാർട്ടിക്കിൾസ് ഒക്കെ വളരെ ഇഷ്ടത്തിലാണ്, അവർക്ക് അടുത്തടുത്ത് ക്ലോസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ ഓപ്ഷൻ എല്ലാവരും ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ എല്ലാവരും പറയണം. കുറെ ആൾക്കാർ കറക്റ്റ് ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരും കൂടി പെട്ടെന്ന് ചാറ്റ് ബോക്സിൽ പെട്ടെന്ന് പറഞ്ഞേ. ഇല്ലേടാ, ബാക്കിയുള്ളവരൊന്നും ഇല്ലേ ക്ലാസ്സില്? ഓക്കെ, ഓക്കെ, കറക്റ്റ് ഓപ്ഷൻ സി ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് മാക്സിമം ഗ്യാസസിലാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളതില് ഇവിടെ ടോപ്പില് ക്വസ്റ്റ്യൻ നമ്പർ 8 എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അതൊക്കെ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? സോ 8 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 1-2 ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫ് ആയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ NMS എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിന്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9th ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുവാണ്. The fourth state of matter is. So which is the fourth state of matter? Solid ആണോ, ലിക്വിഡ് ആണോ, ഗ്യാസ് ആണോ, പ്ലാസ്മ ആണോ? ഇതെല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ പറയും. കറക്റ്റ് ആയിട്ട് എല്ലാ ആൾക്കാരും പറയും. അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ ഒക്കെ NMS എക്സാമിന് ചോദിക്കാം കേട്ടോ. So which is the fourth state of matter? ഏതാണ് fourth state of matter എന്ന്? ഓക്കെ, സോളിഡ് സ്റ്റേറ്റിന്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഐസ് ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ലിക്വിഡ്, ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ലിക്വിഡ് സ്റ്റേറ്റ് ഈസ് നമ്മുടെ സ്വന്തം വാട്ടർ. ഗ്യാസിന് ഒരു വേപ്പേഴ്സ് ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പ്ലാസ്മ എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്? ഇറ്റ് എക്സിസ്റ്റ് ഇൻ സൺ ആൻഡ് സ്റ്റാർസ്. മെയിൻ ആയിട്ട് നമ്മുടെ എഴുത്തിൽ വന്ന് നോക്കിയാൽ നമ്മുടെ ഫ്ലൂറസെന്റ് ട്യൂബ്സിലൊക്കെ പ്ലാസ്മ സ്റ്റേറ്റ് കാണുന്നുണ്ട്. സോ പ്ലാസ്മ സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിൾസ് ജസ്റ്റ് സൂപ്പർ എനർജറ്റിക് ആണ്. അയോൺസിന്റെ ഫോമിലാണ് അവർ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് 3 ആൾക്കാർ, ദീസ് ആർ ദ 3 ബേസിക് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അത് കഴിഞ്ഞിട്ട് ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ, ദാറ്റ് ഈസ് പ്ലാസ്മ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വിച്ച് ഇസ് ദ fifth state of matter? Which is the fifth state of matter?
വോയിസ് ഓൺ ആക്കി പറഞ്ഞേ. Bose-Einstein condensate ആണ് fifth state of matter, that is Bose-Einstein condensate. Which is the sixth state of matter? Fermionic Fermionic condensate. Fermionic condensate ആണ് നമ്മുടെ sixth one. Seventh ഏതാ നമ്മൾ പറഞ്ഞത്? superfluid state. Okay. So voice on ആക്കാൻ പ്രശ്നമുള്ള ആൾക്കാർക്ക് chat box പറഞ്ഞാൽ മതി. Superfluid ആണ്. Superfluid state. So ആ സ്റ്റേറ്റ് ഓഫ് മാറ്ററിന്റെ അതൊക്കെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടല്ലോ? ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, സർക്കുലർ ഷേപ്പിൽ ഒരു സംഭവം കണ്ടിട്ടുണ്ടോടാ? Okay. So solid, liquid, gas. These are the three basic states of matter. Fourth state of matter, that is plasma. Plasma exists in sun and stars. Fifth state of matter, that is Bose-Einstein condensate. നമ്മുടെ ഇന്ത്യക്കാരൻ സത്യേന്ദ്രനാഥ് ബോസ് ആൻഡ് ഐൻസ്റ്റീൻ ആണ് ഈ സ്റ്റേറ്റ് ഓഫ് മാറ്ററിനെ കുറിച്ച് ഫസ്റ്റ് പറഞ്ഞത്. പിന്നെ ഫെർമിയോണിക് കണ്ടൻസേറ്റ് ഉണ്ട്, സൂപ്പർ ഫ്ലൂയിഡ് സ്റ്റേറ്റ് ഉണ്ട്. സോ 9th ക്വസ്റ്റ്യൻ എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 10 കുറച്ചുകൂടി സിമ്പിൾ കൺസെപ്റ്റ് ആണ്, പക്ഷെ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആക്കി നിങ്ങൾക്ക് തെറ്റിക്കാൻ ചാൻസ് കൂടുതലാണ്. Arrange different states of matter according to their increasing order of force of attraction. Force of attraction കൂടിയ ആളാരാണ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറഞ്ഞ ആളാരാണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ പെട്ടെന്ന് ഇതിന്റെ ഓപ്ഷൻ, കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് പറഞ്ഞേ. ചാറ്റ് ബോക്സ് പറ. ചാറ്റ് ബോക്സ്. ഓക്കെ. സോ സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. സോളിഡ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസ് ആണ്. സോളിഡ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ. ഓ മാക്സിമം ആൾക്കാരെ കറക്റ്റ് ആയിട്ട് വർക്ക് ഉണ്ടാവും. നമ്മുടെ ലിക്വിഡ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസ് ഇവിടെ ഇങ്ങനെ നടക്കും. തേർഡ് വൺ നമ്മുടെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസ് ഇങ്ങനെ വളരെ ദൂരെ, ദേ ആർ ഫാർ അവേ ഫ്രം ഈച്ച് അതർ. നമ്മുടെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസും കിടക്കുന്നുണ്ട്. സോ നമ്മുടെ സോളിഡ് സ്റ്റേറ്റിലെ ആൾക്കാര് ദേ ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. എന്താണ് സോളിഡ് സ്റ്റേറ്റില് സോളിഡ്സിന്റെ അച്ഛൻ പാരന്റ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അവർക്ക് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഒന്നുമില്ല. അവന് ഭയങ്കര ഫോഴ്സിൽ അട്രാക്ട് ചെയ്ത് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് മാക്സിമം ഇൻ ദ കേസ് ഓഫ് സോളിഡ്സ്. സോ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ലിക്വിഡ്, ഫസ്റ്റ് ഓപ്ഷൻ എയില് ലിക്വിഡിലാണ് മാക്സിമം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പറയുന്നത്. അപ്പൊ അത് തെറ്റാണ്. സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. ഇവിടെ മാക്സിമം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഗ്യാസിലാണെന്ന് പറയുന്നത്. That is also not true. Third one ഇതാ നമ്മുടെ സോളിഡ് സ്റ്റേറ്റ്, അതിലാണ് മാക്സിമം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇവിടെ പറയുന്നത്. സി ഓപ്ഷനിൽ പറയുന്നത് ഗ്യാസിലാണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതൽ എന്നാണ്, സോളിഡ് മിനിമം എന്നാ പറയുന്നത്. സോ അത് തെറ്റാണ്. സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഇതാ. വോയിസ് ഓൺ ആക്കി പറഞ്ഞേ. സി ആണ്. സോളിഡ് സ്റ്റേറ്റിലാണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതൽ. ഓരോ ആൾക്കാരും ഇങ്ങനെ അട്രാക്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പാരന്റ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഇവിടെ പോകാൻ പറ്റുന്നില്ല, അടുത്തടുത്ത് ക്ലോസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സെക്കൻഡ് നമ്മുടെ ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. സോ ലിക്വിഡ് സ്റ്റേറ്റിൽ കുറച്ച് ദൂരമൊക്കെ ഉണ്ട്, അത്രയധികം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല സോളിഡ് സ്റ്റേറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഗ്യാഷ്യസ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസ് എടുത്താൽ ദേ ആർ ഫാർ അവേ ഫ്രം ഈച്ച് അതർ. കൺട്രോൾ ഒന്നുമില്ല, പാരന്റ് സ്ട്രിക്റ്റ് അല്ല. അപ്പം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാര്യമായിട്ട് ഫോഴ്സിൽ പിടിച്ചു വലിക്കുന്നൊന്നുമില്ല. എവിടെ വേണമെങ്കിലും പോയിക്കോ മക്കളെ എന്നാ പറഞ്ഞത് ഗ്യാഷ്യസ് സ്റ്റേറ്റിന്റെ, ഗ്യാസിന്റെ അച്ഛൻ. സോ ക്ലിയർ ആണ്. നമ്മുടെ ഓപ്ഷൻ സി ആണ്. NMMS എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. ക്വസ്റ്റ്യൻ നമ്പർ 11, that is which of the following is or are. Sir, mic mute. ക്വസ്റ്റ്യൻ നമ്പർ 11. സോ നിങ്ങൾ ഓപ്ഷൻ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പറഞ്ഞ ഒന്നുകൂടി ഒന്ന് ടൈപ്പ് ചെയ്യണം, ഞാൻ കണ്ടിട്ടില്ല നിങ്ങളുടെ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 11, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ലിക്വിഡ്. ലിക്വിഡിന്റെ പ്രോപ്പർട്ടി അല്ലാത്ത ആൾക്കാരാണ്.
സോ ഫസ്റ്റ് ഓക്കെ കറക്റ്റ് പറയുന്നുണ്ട് ആൾക്കാർ കറക്റ്റ് പറയുന്നുണ്ട്. ഓക്കെ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സി ഒക്കെ വരുന്നുണ്ട്. ഓക്കെ എല്ലാ ആൾക്കാരും ഓക്കെ ഒരാളിപ്പോ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ലിക്വിഡ് സ്റ്റേറ്റ് ഇറ്റ് ഇസ് എ ഫോം ഓഫ് മാറ്റർ. ഒരു മാറ്റർ ആണ്. സോ മാറ്ററിന്റെ ഡെഫിനിഷൻ നമുക്കറിയാം, എനിത്തിങ് ദാറ്റ് ഓക്കുപൈ സ്പേസ് ആൻഡ് ഹാസ് മാസ്. സോ ലിക്വിഡ് വാട്ടർ അതിന് മാസ് ഉണ്ട്. സോ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോറി സോ മാസ് നമ്മുടെ ലിക്വിഡിന് മാസ് ഉണ്ട്. ദാറ്റ് ഈസ് കറക്റ്റ്. സെക്കൻഡ് ഡെഫിനിറ്റ് വോളിയം നമ്മൾ 100 ml എടുത്തിട്ടാണ് ഓരോ കണ്ടെയ്നറിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. സോ എല്ലാ കേസിലും വോളിയം 100 ml ആണ്. സോ വി ക്യാൻ സേ ഇറ്റ് ആസ് ഡെഫിനിറ്റ് വോളിയം. അതും കറക്റ്റ് ആണ്. പെർമനന്റ് ഷേപ്പ് ഉണ്ടെന്നാ പറയുന്നത്. സോ അതിന്റെ ഓരോ കണ്ടെയ്നറിലും ഡിഫറെന്റ് ഷേപ്പ് ആണ്. സോ അതിന് ഷേപ്പ് ഇല്ല. ഇവിടെ ഇത് തെറ്റാണ്. ദിസ് ഈസ് റോങ്. എന്താണ്? നോ പെർമനന്റ് ഷേപ്പ്. അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. ഇറ്റ് ഹാസ് മാസ്. ഇപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? വോയിസ് ഓൺ ആക്കിയിട്ട് പറഞ്ഞേ. Option C. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇറ്റ് ഹാസ് പെർമനന്റ് ഷേപ്പ് എന്നാ പറയുന്നത്. ദാറ്റ് ഈസ് റോങ്. സോ അത് ഓക്കെയാണ്. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ വിച്ച് ഓഫ് ദ സ്റ്റേറ്റ് ദ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾ ഈസ് ടു ലിമിറ്റഡ്. ലിമിറ്റഡ് ആണ്. കുറവ് ഏത് സ്റ്റേറ്റിലാണെന്നാണ് ചോദിക്കുന്നത്. ഫ്രീഡം ഓഫ് മൂവ്മെന്റ് കുറവാർക്കാണ്? ആരുടെ പേരന്റ് ആണ് ഭയങ്കര സ്ട്രിക്റ്റ്? നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ആരുടെ അച്ഛൻ വളരെ സ്ട്രിക്റ്റ് എന്നാണ്. ഓക്കെ എല്ലാവരും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഓക്കെ എല്ലാവരും. ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ എ ആണ്. വോയിസ് ഓൺ ആക്കിയിട്ട് പറഞ്ഞു. ഇപ്പൊ പറയാം. സോ സോളിഡ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസ് ദേ ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. അച്ഛൻ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് വേറെ എവിടെയും പോകാൻ പറ്റില്ല. ഫ്രീഡം സ്വാതന്ത്ര്യം കുറവാണ്. ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഇസ് വെരി ലെസ്. സോളിഡ് ലിക്വിഡ് എടുത്താല് കമ്പയർഡ് ടു സോളിഡ് സ്റ്റേറ്റ് കുറച്ച് കൂടുതലാണ് നമ്മുടെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. ഗ്യാസ് സ്റ്റേറ്റ് എടുത്താൽ അവർക്ക് എവിടെ വേണമെങ്കിലും പോവാം, നല്ല ഫ്രീഡം ഉണ്ട്. പ്ലാസ്മ എടുത്താല് ദേ ആർ സൂപ്പർ എനർജറ്റിക്. ഗ്യാസ് പാർട്ടിക്കിൾസിനേക്കാള് സൂപ്പർ ആയിട്ട് എവിടെ വേണമെങ്കിലും അവർക്ക് പോവാം. സോ നമ്മളെ ക്വസ്റ്റ്യനില് ഏത് കേസിലാണ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ലിമിറ്റഡ് എന്നാ ചോദിച്ചത്? സോ സോളിഡ് ആണ് കറക്റ്റ് ഓപ്ഷൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ NMS എക്സാമിന് ചോദിക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ സാർ. Question number 13. In which of the state? സാർ മൈക്ക് മ്യൂട്ടായി. ഓക്കെ കറക്റ്റ് ഓപ്ഷൻ ഒക്കെ വരുന്നുണ്ട്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് മാക്സിമം എവിടെയാണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് സോളിഡ് സ്റ്റേറ്റില് ദ പാർട്ടിക്കിൾസ് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. ലിക്വിഡ് സ്റ്റേറ്റില് നമ്മുടെ സോളിഡിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ദൂരെയാണ്. ഗ്യാസ് സ്റ്റേറ്റില് ദ പാർട്ടിക്കിൾസ് ആർ ഫാർ അവേ ഫ്രം ഈച്ച് അതർ. വളരെ ദൂരെയാണ്. നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാ പറഞ്ഞേ? ബി ആണോ? സി ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഇസ് മാക്സിമം ഇൻ ദ കേസ് ഓഫ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഗ്യാഷ്യസ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസ് വളരെ ദൂരെയാണുള്ളത്. ഒരു ബന്ധവും ഇല്ല ഓരോ പാർട്ടിക്കിൾസ് ആയിട്ട്. ചെറിയ ബന്ധമുണ്ട് കേട്ടോ, കാര്യമായിട്ട് പറയത്തക്ക ബന്ധമൊന്നുമില്ല. വളരെ ഫാർ അവേ ഫ്രം ഈച്ച് അതർ ആണ്. അതാണ് ക്വസ്റ്റ്യൻ ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14 കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്. From the following, select that which is applicable to solid substances alone. So നമ്മുടെ solid substance, solid in the case correct ആയിട്ടുള്ളത് chat box പറഞ്ഞേ. Distance between the particles is very large എന്ന് പറയുന്നത്. സോ നമ്മൾ സോളിഡ് പാർട്ടിക്കിൾസ് ഒരു ക്വസ്റ്റ്യൻ വന്നാല് ജസ്റ്റ് സോളിഡ് പാർട്ടിക്കിൾസ് വരച്ചു നോക്കുക. ദേ ആർ ക്ലോസ് ആണ്, അടുത്തടുത്താണുള്ളത്. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഇസ് വെരി ലാർജ് എന്ന് പറയുന്നത്. That is wrong.
അത് ഇൻകറക്റ്റ് ആണ്. എനർജി ഓഫ് ദ പാർട്ടിക്കിൾസ് ഇസ് വെരി ഹൈ എന്നാണ് ബി ഓപ്ഷൻ പറയുന്നത്. എനർജി കൂടുതലാണെങ്കിൽ, നമുക്ക് കൂടുതൽ എനർജി ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ അടങ്ങി ഒതുങ്ങി അവിടെ ഇരിക്കില്ല, നമ്മളിങ്ങനെ മൂവ് ചെയ്യും. പക്ഷേ സോളിഡ് സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിൾസ് അവർക്ക് മൂവ് ചെയ്യാനൊന്നും പറ്റില്ല, അവരുടെ എനർജി കുറവാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഇസ് വെരി ഹൈ എന്ന് പറയുന്നത് ഹൈ അല്ല, ഇറ്റ് ഈസ് വെരി ലോ ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഇസ് വെരി ലാർജ് എന്ന് പറയുന്നത് ലാർജ് അല്ല, സ്മോൾ ആണ്, അല്ലെങ്കിൽ മിനിമം ആണ്. പാർട്ടിക്കിൾസ് ഹാവ് ഗ്രേറ്റർ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് സോളിഡിന്റെ. ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഇസ് വെരി വെരി ലെസ്. സോ ഗ്രേറ്റർ അല്ല, കുറവാണ്. പാർട്ടിക്കിൾസ് റിമൈൻ വെരി ക്ലോസ് ടു ഈച്ച് അതർ, അടുത്തടുത്താണുള്ളത്. സോ ജസ്റ്റ് ആ പാർട്ടിക്കിൾസിന്റെ പിക്ചർ വരച്ചാൽ എല്ലാം ക്ലിയർ ആയി. പാർട്ടിക്കിൾസ് റിമൈൻ വെരി വെരി ക്ലോസ് ടു ഈച്ച് അതർ. അതാണ് കറക്റ്റ് ഓപ്ഷൻ. ഏതാ കറക്റ്റ് ഓപ്ഷൻ പറഞ്ഞ വോയിസ് ആണ് ഓൺ ആക്കിയിട്ട്? ഓപ്ഷൻ ഡി. Particles remain very close to each other. അടുത്തടുത്താണുള്ളത്, പാർട്ടിക്കിൾസ് അടുത്തടുത്താണുള്ളത്. ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ റോങ് ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ സർ. ഓക്കെ സർ. Question number 15. പെട്ടെന്ന് വായിച്ചു നോക്കാം. Which of the following happens when matter absorbs heat? Heat energy matter absorb ചെയ്യാണ്. അപ്പോൾ എന്താ മാറ്ററിന് സംഭവിക്കുക? ചാറ്റ് ബോക്സിൽ ആൻസർ പറയാം. ഓക്കെ, ഞാനിവിടെ സോളിഡ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസിനെ വരയ്ക്കുന്നുണ്ട്. സോളിഡ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസ് ആണ് ചെയ്യുക. ഞാൻ ഇവർക്ക് കുറച്ച് ഹീറ്റ് കൊടുത്തു. ഇവരെ ഞാൻ ഹീറ്റ് ചെയ്തു. മൈക്ക് മ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഇത് നമ്മുടെ സോളിഡ് ആണ്, ഇത് നമ്മുടെ ലിക്വിഡ് ആണ്. നമ്മുടെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം സ്റ്റേറ്റിനെ. വി ഹാവ് ടു പ്രൊവൈഡ് ഹീറ്റ്. ഒന്നെങ്കിൽ ഹീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കൂൾ ചെയ്യണം. വി ക്യാൻ ഓൾസോ ചേഞ്ച് ദ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ബൈ അപ്ലൈയിങ് പ്രഷർ. അത് നമ്മളിവിടെ പഠിക്കുന്നില്ല. ഓക്കെ, നമ്മൾ ഹീറ്റ് എനർജി കൊടുത്തു ഒരു മാറ്ററിന്. അപ്പോഴെന്താ, എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഡിക്രീസസ് എന്ന് പറയുന്നത്. എനർജി കൊടുത്താൽ അതിന്റെ എനർജി കുറയോ? നോ, ഇത് റോങ് ആണ്. ഡിക്രീസസ് അല്ല, എന്താണ്, ഇൻക്രീസസ് ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഇൻക്രീസസ്. ദ സോളിഡിന് എനർജി കൊടുത്തു, അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോയി. അപ്പോ ലിക്വിഡ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസ് കുറെ ദൂരത്തിലാണുള്ളത്. അപ്പൊ ഡിസ്റ്റൻസ് കൂടി, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ഇൻക്രീസ് ചെയ്തു. ദാറ്റ് ഈസ് കറക്റ്റ്. അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ഇൻക്രീസസ് എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റില് പാർട്ടിക്കിൾസ് വെരി ക്ലോസ് ടു ഈച്ച് അതർ ആണ്. ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അവർ കുറെ ദൂരെയായി. ഇപ്പൊ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറഞ്ഞു, കുറച്ച് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഒക്കെ കൂടി. സോ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ഇൻക്രീസസ് എന്ന് പറഞ്ഞത് ഇൻക്രീസസ് അല്ല, ഡിക്രീസസ് ആണ് കറക്റ്റ്. ഡിക്രീസസ് അട്രാക്ഷൻ. മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾ ഡിക്രീസ്. എനർജി കിട്ടി ആരെങ്കിലും വെറുതെ ഇരിക്കുക, നമ്മൾ നന്നായിട്ട് മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. സോ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾ ഇൻക്രീസസ് ആണ്. സോ ദിസ് ഇസ് ഓൾസോ റോങ്. ഇവിടെ ഇൻക്രീസസ് എന്ന് മാറ്റണം. സോ ഏതാ കറക്റ്റ് ഓപ്ഷൻ? ഏതാ ക്വസ്റ്റ്യൻ നമ്പർ 15? ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ഡിസ്റ്റൻസ് increases. That is correct. So next question like one. When solid naphthalene is heated, it changes directly into vapor. This phenomenon is called. So pettannu chat box parne. A, vaporization. B, sublimation. C, condensation. D, liquefaction. So ഞാൻ naphthalene എടുത്തു. ഓക്കെ, ഞാൻ നാഫ്തലിൻ എടുത്തിട്ട് ഓക്കെ, നാഫ്തലിൻ കറക്റ്റ് ഓപ്ഷൻ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. നാഫ്തലിൻ എടുത്തിട്ട് ഞാൻ ഹീറ്റ് ചെയ്യാണ്. സോ നാഫ്തലിൻ സോളിഡ് സ്റ്റേറ്റ് ആണുള്ളത്, ഞാൻ ഹീറ്റ് ചെയ്തു. ഈ നാഫ്തലിനെ ഹീറ്റ് ചെയ്തപ്പോ എനിക്ക് കിട്ടിയത് naphthalene in gaseous state ആണ്. So
എന്താ സംഭവിക്കുന്നത്? സോളിഡ് സ്റ്റേറ്റ് ഡയറക്റ്റ് ആയിട്ട് വേപ്പേഴ്സ് ആയിട്ട് മാറുവാണ് വിതൗട്ട് ഫോമിംഗ് ദ ലിക്വിഡ് സ്റ്റേറ്റ്. ആ ഫിനോമിനെ വിളിക്കുന്ന പേരെന്താണ്? Sublimation. Okay, Sublimation. sublimation നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. കണ്ടൻസേഷൻ ഉണ്ട്, അതെന്താന്ന് നിങ്ങൾക്ക് അറിയാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലിക്വിഫാക്ഷൻ ഉണ്ട്, വേപ്പറൈസേഷൻ ഉണ്ട്, ഇതൊക്കെ ഡിഫറെന്റ് ഫിനോമിനാണ്. നമ്മൾ ചേഞ്ച് ഓഫ് സ്റ്റേറ്റില് ഈ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, സോ എല്ലാവരും കറക്റ്റ് ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. സബ്ലിമേഷൻ ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. നമ്മുടെ സോളിഡിന് ഹീറ്റ് കൊടുക്കുമ്പോൾ ദി ചേഞ്ചസ് ഡയറക്ട്ലി ഇൻ ടു ദി ഗ്യാഷ്യസ് സ്റ്റേറ്റ് വിതൗട്ട് ഫോമിംഗ് ലിക്വിഡ് സ്റ്റേറ്റ്. ദാറ്റ് ഫിനോമിനൻ ഇസ് നോൺ ആസ് സബ്ലിമേഷൻ. സബ്ലിമേഷൻ ആണ് ആ ഫിനോമിനെ വിളിക്കുന്ന പേര്, സബ്ലിമേഷൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? Okay, sir. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ നമ്മുടെ വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 17. When a gas is condensed, the distance between the molecules, the distance between the molecules എന്ത് സംഭവിക്കുകയാണ്? സോ ഒരു ഗ്യാസ് ഉണ്ട്, ഗ്യാസ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസ് ആണ്. The particles are far away from each other. കണ്ടൻസേഷൻ പ്രോസസ് നിങ്ങൾക്ക് അറിയാം, ഗ്യാസ് ടു ലിക്വിഡ് ആണ്. സോ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു. അപ്പോൾ when a gas is condensed, the distance between the molecules, the distance between the particles എന്ത് സംഭവിക്കുന്നു? ഇട്ട് ഓക്കെ, എല്ലാവരും ആൻസർ പറഞ്ഞേ. സിമ്പിൾ, വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇതാ ഡിക്രീസ് ചെയ്യാണ്. ജസ്റ്റ് ഇവിടെ എഴുതി വെക്കുക, ഗ്യാസ് ആണ്, സോ ലിക്വിഡിലേക്ക് പോവാണ്. കണ്ടൻസേഷൻ ആണ് ആ ഫിനോമിനെ വിളിക്കുന്ന, പ്രോസസ്സിനെ വിളിക്കുന്ന പേര്. സോ കണ്ടൻസേഷൻ നടന്നാൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ഡിക്രീസസ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 17. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ NMS എക്സാമിന് ചോദിക്കാം. ഓക്കെ, എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question number 18. Which of the following statement is correct? Which of the following statement is correct? Vaporization, solidification, liquefaction, sublimation, condensation. ഇതിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ക്വസ്റ്റിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയാൻ പറ്റുള്ളൂ. സോ നമുക്ക് എടുത്തു നോക്കാം. ഫസ്റ്റ് വണ്ണില് വേപ്പറൈസേഷനും സോളിഡിഫിക്കേഷനും ആണ്. സോ വേപ്പറൈസേഷൻ നമുക്ക് എടുത്തു നോക്കാം. വേപ്പറൈസേഷൻ അതായത് ഒരു ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ആള് ഗ്യാസ് ആയിട്ട് മാറും. ഇതിനാണ് വേപ്പറൈസേഷൻ. ഓക്കെ, കുറെ ആൾ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. വേപ്പറൈസേഷൻ എന്ന് പറയുന്നത് ഈ പ്രോസസ്സിനാണ് വേപ്പറൈസേഷൻ വിളിക്കുന്നത്. ഇനി ഗ്യാസ് ടു ലിക്വിഡ് ആണെങ്കിൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് കണ്ടൻസേഷൻ ആണ്. കണ്ടൻസേഷൻ, ഗ്യാസ് ടു ലിക്വിഡ്, ദാറ്റ് ഇസ് കണ്ടൻസേഷൻ. സോ ഫസ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞത് വേപ്പറൈസേഷൻ ഇസ് ദ റിവേഴ്സ് ഓഫ് സോളിഡിഫിക്കേഷൻ എന്നാണ്. അങ്ങനെയല്ല പറയേണ്ടത്. വേപ്പറൈസേഷൻ ഇസ് ദ റിവേഴ്സ് ഓഫ് കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. പക്ഷെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് റോങ് ആണ്. നെക്സ്റ്റ് ലിക്വിഫാക്ഷൻ ആണ്. സോ നമ്മള് ഒരു സോളിഡ് സ്റ്റേറ്റിൽ ആളെ എടുത്തിട്ട് അതിനെ ലിക്വിഡ് ആക്കി. സോ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താടാ? പറഞ്ഞേ. സോളിഡ് ടു ലിക്വിഡ്, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താ? Liquefaction. Okay, liquefaction. ഇതിന്റെ റിവേഴ്സ് ലിക്വിഡ് ടു സോളിഡ്. സോളിഡ് ആണ് ഫൈനൽ പ്രൊഡക്റ്റ്. സോ നമുക്ക് പറയാം that is solidification. Okay, that is solidification ആണ് ആ പ്രോസസ്. സോ liquefaction is the reverse of vaporization പറയാം, അത് തെറ്റാണ്. liquefaction is the reverse of solidification ആണ് കറക്റ്റ്. സോ ബി ഓപ്ഷൻ is also wrong. നമ്മുടെ തേർഡ് ഓപ്ഷൻ sublimation. Sublimation നമുക്കറിയാം. Sublimation, that is solid direct ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറുന്ന ഫിനോമിന, that is sublimation. അതാണ് sublimation. അതിന്റെ റിവേഴ്സ് പ്രോസസ്സിന്റെ പേര് നിങ്ങൾ അറിഞ്ഞിരിക്കണം. that is also solidification ആണ് അതിന്റെ റിവേഴ്സ് പ്രോസസ്, that is solidification. So statement sublimation is the reverse of condensation ആണ്. That is wrong. Sublimation is the reverse of solidification. അതും തെറ്റാണ്. ഇനി ലാസ്റ്റ് വൺ ഉണ്ട്
നമ്മുടെ കണ്ടൻസേഷൻ ഇസ് എ റിവേഴ്സ് ഓഫ് വേപ്പറൈസേഷൻ. സോ നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി ലിക്വിഡ് ടു ഗ്യാസ് ദാറ്റ് ഇസ് വേപ്പറൈസേഷൻ, ഗ്യാസ് ടു ലിക്വിഡ് ദാറ്റ് ഇസ് കണ്ടൻസേഷൻ. സോ നമ്മുടെ ഡി ഓപ്ഷൻ കറക്റ്റ് ആണ്. കണ്ടൻസേഷൻ ഈസ് ദ റിവേഴ്സ്, കണ്ടൻസേഷൻ ഇസ് എ റിവേഴ്സ് ഓഫ് വേപ്പറൈസേഷൻ. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഏതാ പറഞ്ഞേ? Okay, D ആണ് correct option. That is condensation is the reverse of vaporization. That is correct. Okay, വിദേശൊക്കെ നന്നായിട്ട് ആൻസർ പറയുന്നുണ്ടോ? ഇതേപോലെ എൻഎംഎംഎസ് എക്സാമിനും ക്വസ്റ്റ്യൻസ് വന്നാൽ സാറേ മൈക്ക് മിഠായി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 80 നമ്മൾ ചെയ്തു, കറക്റ്റ് ആൻസർ കിട്ടി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണം. Question number 90. Okay, when ice pieces are put into a steel glass, water droplets are formed on the outer surface of glass. Identify the phenomenon. ഈ phenomenon വിളിക്കുന്ന പേരെന്താണ്? ഓക്കെ, ആൻസർ അറിയെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, ഇവാപ്പറേഷൻ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ലിക്വിഫാക്ഷൻ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. മൈക്ക് മ്യൂട്ട് ചെയ്യും. ഓക്കെ, ഐസ് ഉണ്ട്, ഐസ് ഉണ്ട് എന്റെ കയ്യിൽ. ഐസിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാന്ന് പറഞ്ഞാൽ, ഐസിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്ര ഡിഗ്രി സെൽഷ്യസ്? ഐസിന്റെ മെൽറ്റിംഗ് പോയിന്റ് പറഞ്ഞേ, അറിയോ? ഇല്ല. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് അറിയോ എത്രയാണ്? 100 degree. സോ നമ്മള് ഐസ് എടുത്തു, അതിന് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഭയങ്കര തണുത്തിട്ടാണുള്ളത്. സോ ഈ കോൾഡ്നെസ് നമ്മുടെ സ്റ്റീൽ ഗ്ലാസിന്റെ സർഫസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മുടെ സ്റ്റീൽ ഗ്ലാസിന്റെ പുറത്തായിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ, എയറിൽ കുറെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ട്. വാട്ടർ ഉണ്ട്. വാട്ടർ വേപ്പർ സ്റ്റേറ്റില് നമ്മുടെ സ്റ്റീൽ ഗ്ലാസിന്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, വേപ്പർ സ്റ്റേറ്റില്. സോ ആ വാട്ടർ വേപ്പേഴ്സ് നമ്മുടെ സ്റ്റീൽ ഗ്ലാസിന്റെ സർഫസിൽ വന്നിട്ട് തട്ടുവാണ്. സോ സർഫസിൽ എന്താണ്? ഭയങ്കര തണുത്തിട്ടുള്ളത്. നമ്മുടെ ഐസിന്റെ തണുപ്പ് നമ്മുടെ സ്റ്റീൽ ഗ്ലാസിന്റെ സർഫസിലേക്ക് പോയിട്ടുണ്ട്. സോ നമ്മുടെ വാട്ടർ വേപ്പർ അവിടെ തട്ടി തണുപ്പാണ്, കൂൾ ചെയ്യാണ്. നിങ്ങൾക്കറിയാം, കൂൾ ചെയ്താല് നമുക്ക് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ വേപ്പേഴ്സിനെ നമ്മൾ കൂൾ ചെയ്തിട്ട് ലിക്വിഡ് ആക്കി മാറ്റും. ഫിനോമിന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താ? കണ്ടൻസേഷൻ ആണോ, ലിക്വിഫാക്ഷൻ ആണോ? വേപ്പർ ടു ലിക്വിഡ് സ്റ്റേറ്റ്. വേപ്പറിനെ നമ്മള് ലിക്വിഡ് ആയിട്ട് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആ കാണുന്നത് നമ്മുടെ സ്റ്റീൽ ഗ്ലാസിന്റെ പുറത്ത്. സോ വേപ്പറിനെ നമ്മൾ വാട്ടർ ആക്കിയിട്ട് മാറ്റി, ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വാട്ടർ ആക്കി മാറ്റി. ആ ഫിനോമിന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താ? വേപ്പർ ടു ലിക്വിഡ്, ഗ്യാസ് ടു ലിക്വിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് ടു ഗ്യാസ്, ലിക്വിഡ് ടു വേപ്പർ, ദാറ്റ് ഇസ് വേപ്പറൈസേഷൻ. റിവേഴ്സ് ഓഫ് വേപ്പറൈസേഷൻ ഏതാ പറഞ്ഞേ? കണ്ടൻസേഷൻ ആണ്. സോ നമ്മുടെ എയറിൽ കുറെ വാട്ടർ വേപ്പർ ഉണ്ട്. ആ വാട്ടർ വേപ്പർ ഈ സ്റ്റീൽ ഗ്ലാസിന്റെ സർഫസിൽ വന്നിട്ട് എടുക്കുവാണ്. അപ്പൊ സർഫസ് നമ്മുടെ ഐസ് അതിന്റെ ഉള്ളിലുള്ളത് കൊണ്ട് സർഫസ് നന്നായിട്ട് തണുത്തുള്ളത്. സോ ഈ വാട്ടർ വേപ്പർ അവിടെ തട്ടി, അപ്പൊ അവിടുന്ന് കൂൾ സർഫസ് ആണ്. സോ നമ്മൾ കൂൾ ചെയ്തു വേപ്പേഴ്സിനെ, എന്നിട്ട് അപ്പോഴും ആ വേപ്പേഴ്സ് മാറിയിട്ട് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് മാറും. അങ്ങനെയാണ് നമ്മുടെ സ്റ്റീൽ ഗ്ലാസിന്റെ പുറത്തായിട്ട് ഈ ഡ്രോപ്ലെറ്റ്സ്, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കാണുന്നത്. സോ വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, അപ്പൊ വാട്ടർ വേപ്പർ, എയറിലെ വാട്ടർ വേപ്പറിനെ ലിക്വിഡ് സ്റ്റേറ്റിലെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആക്കി മാറ്റി. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കണ്ടൻസേഷൻ. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി. ഓക്കെ, ഓപ്ഷൻ ബി, കണ്ടൻസേഷൻ. നമ്മൾ 40 ക്വസ്റ്റ്യൻസ് ഇന്ന് തീർത്തിട്ട് നമ്മൾ പോകുള്ളൂ. ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യണം നമുക്കിന്ന്. ദാറ്റ് ഈസ് കണ്ടൻസേഷൻ ആണ് കറക്റ്റ് ഓപ്ഷൻ, ഇവാപ്പറേഷൻ അല്ല. ഇവാപ്പറേഷൻ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാം, വാട്ടർ ഗെറ്റിംഗ് ഇവാപ്പറേറ്റഡ് ഫ്രം വാട്ടർ ബോഡീസ്. നിങ്ങളുടെ യൂണിഫോം ഒക്കെ ഡ്രൈ ചെയ്യുന്ന പരിപാടി, അത് ഇവാപ്പറേഷൻ കാരണമാണ്.
ലിക്വിഫാക്ഷൻ ഞങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. സോളിഡ് ടു ലിക്വിഡ് ആണ്. സബ്ലിമേഷൻ എന്താണ്? സോളിഡ് ടു ഗ്യാസ് അല്ലെങ്കിൽ വേപ്പർ സ്റ്റേറ്റിൽ ഡയറക്റ്റ് ആയിട്ട് പോവാണ് വിതൗട്ട് ഫോമിംഗ് ദ ലിക്വിഡ് സ്റ്റേറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 19 ആൻസർ കിട്ടി. കണ്ടൻസേഷൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഒക്കെ NMS എക്സാമിന് വീണ്ടും ചോദിക്കാൻ ചാൻസ് ഒക്കെ ഉണ്ട്. സോ ക്വസ്റ്റ്യൻ നമ്പർ 20. The phenomenon of changing a solid directly into gas without forming liquid is called പെട്ടെന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇവാപ്പറേഷൻ ആണോ, കണ്ടൻസേഷൻ ആണോ, ലിക്വിഫാക്ഷൻ ആണോ, സബ്ലിമേഷൻ ആണോ? ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? നിങ്ങൾക്കറിയാം, സോളിഡ് ഡയറക്ട്ലി ഇൻടു ഗ്യാസ് വിതൗട്ട് ഫോമിംഗ് ലിക്വിഡ് ഈസ് കോൾഡ് സബ്ലിമേഷൻ ആണ് നമ്മുടെ കറക്റ്റ്. സോ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, വിച്ച് ആർ ദ സബ്സ്റ്റൻസസ് ഷോയിങ് സബ്ലിമേഷൻ? അല്ലെങ്കിൽ ഗിവ് സം എക്സാമ്പിൾസ് ഫോർ സബ്സ്റ്റൻസസ് ഷോയിങ് സബ്ലിമേഷൻ. സബ്ലിമേഷൻ കാണിക്കുന്ന സബ്സ്റ്റൻസസിന് എക്സാമ്പിൾസ് പറഞ്ഞേ പെട്ടെന്ന്. കേട്ടില്ല. അയോഡൈൻ. ഓക്കെ, അയോഡിൻ വേപ്പർ. അയോഡിൻ ഉണ്ടോ? ഓക്കെ, നാഫ്തലിൻ, നമ്മുടെ കൂറമുട്ടായി എന്നൊക്കെ പറയുന്നത് നാഫ്തലിൻ അത് സബ്ലിമേഷൻ കാണിക്കുന്നു. പിന്നെ നമ്മുടെ അമോണിയം ക്ലോറൈഡ് ഇതൊരു എക്സ്പെരിമെന്റ് ഒക്കെ. എക്സ്പെരിമെന്റ് ഇല്ല, നമ്മൾ സെപ്പറേഷൻ ടെക്നിക്സിൽ അമോണിയം ക്ലോറൈഡ് നമ്മൾ പഠിക്കുന്നുണ്ട്. അമോണിയം ക്ലോറൈഡ് വേറെ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ക്യാംഫർ ഉണ്ട്. സോ ക്യാംഫർ ഉണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സബ്സ്റ്റൻസസ്. ക്യാംഫർ, അമോണിയം ക്ലോറൈഡ്, നാഫ്തലിൻ, അയോഡിൻ. So these are the substances showing sublimation. So solid to gas direct ആയിട്ട് പോകുന്ന ഫിനോമിന വിളിക്കുന്ന പേരാണ് സബ്ലിമേഷൻ. അപ്പൊ ഓപ്ഷൻ ഏതാ? കറക്റ്റ് ഓപ്ഷൻ ഏതാ? ഓക്കെ, സബ്ലിമേഷൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണം. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ഡിഫ്യൂഷൻ? നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് എത്തി. ഡിഫ്യൂഷൻ ആണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ, ഡിഫ്യൂഷൻ ഈസ് സെപ്പറേഷൻ ഓഫ് പാർട്ടിക്കിൾസ്. നമ്മൾ പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ഒന്നും ചെയ്യുന്നില്ല ഡിഫ്യൂഷനിൽ. സോ നമ്മുടെ ഓപ്ഷൻ ബി ഉണ്ട്, ഡിഫ്യൂഷൻ ഈസ് എ സ്പോണ്ടേനിയസ് മിക്സിംഗ്. സോ നിങ്ങൾക്ക് അറിയാം, ഡിഫ്യൂഷന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇറ്റ് സ്പോണ്ടേനിയസ് ആണ്. നിങ്ങളൊരു സ്പൂൺ ഇട്ട് കൊണ്ടുപോയി ഇളക്കൊന്നും വേണ്ട, അത് നാച്ചുറലി സംഭവിച്ചോളൂ. ഇറ്റ്സ് എ സ്പോണ്ടേനിയസ് പ്രോസസ്. അങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് പാർട്ടിക്കിൾസ് മിക്സ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ നടക്കണമെങ്കിൽ നമ്മുടെ പാർട്ടിക്കിൾസിന് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉണ്ടാവണം. സോ വാട്ട് ഈസ് ഡിഫ്യൂഷൻ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ വി കൻ സേ ഡിഫ്യൂഷൻ ഈസ് എ സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് പാർട്ടിക്കിൾസ് ഹാവിംഗ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. അവർക്ക് മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടാവണം. സോളിഡ് സ്റ്റേറ്റിലെ ആൾക്കാർക്കൊന്നും ഫ്രീഡം ഓഫ് മൂവ്മെന്റ് വളരെ കുറവാണ്. അവർക്ക് ഡിഫ്യൂഷൻ കാര്യമായിട്ട് ഉണ്ടാവില്ല, ഇല്ല എന്ന് തന്നെ പറയാം. ഡിഫ്യൂഷൻ ഇസ് എ ജോയിനിങ് ഓഫ് പാർട്ടിക്കിൾസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജോയിനിങ് ഒന്നല്ല, ഇറ്റ്സ് എ മിക്സിംഗ് ഓഫ് പാർട്ടിക്കിൾസ് ആണ്. പിന്നെ ഓപ്ഷൻ ഡിയിൽ ബോത്ത് ബി ആൻഡ് സി നോടുള്ള ബി ആൻഡ് സി ഇൻകറക്റ്റ് ആണ്. സോ നമുക്ക് ബോത്ത് ബി ആൻഡ് സി എന്ന് പറയാൻ പറ്റില്ല. സോ ഡിഫ്യൂഷൻ ഈസ് എ സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് പാർട്ടിക്കിൾസ്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി. ഓക്കെ, ബി ആണ്. സോ ഡിഫ്യൂഷൻ ഈസ് എ സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് പാർട്ടിക്കിൾസ്. അതാണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് എക്സാമ്പിൾ? എന്താണ്? കേൾക്കുന്നുണ്ടോ? Okay, so question number 22. Which of the following example shows diffusion? Spreading of smell of flowers. നമ്മുടെ ഫ്ലവേഴ്സിന്റെ ഒക്കെ സ്മെല്ല് രാത്രി ടൈമിലൊക്കെ ചിലപ്പോൾ ചില ഫ്ലവേഴ്സ് പൂത്താല് നല്ല സ്മെല്ല് വരുന്നുണ്ടാവും. സ്പ്രെഡിങ് ഓഫ് സ്മെൽ ഓഫ് ഫ്ലവേഴ്സ്. ഫ്രാഗ്രൻസ് ഓഫ് ഇൻസെൻസ് സ്റ്റിക്ക്, നമ്മുടെ ചന്ദനത്തിരി കത്തിച്ചു വെച്ചാൽ അതിന്റെ സ്മെല്ല് വരുന്നുണ്ടാവും. സ്പ്രെഡിങ് ഓഫ് സ്മെൽ ഓഫ് ഹോട്ട് ഫുഡ് ഐറ്റംസ്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നല്ല ചിക്കൻ ഒക്കെ കുക്ക് ചെയ്യുന്ന നല്ല ഹോട്ട് ചിക്കൻ ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് വീഡിയോയില്. സ്പ്രെഡിങ് ഓഫ് സ്മെൽ ഓഫ് ഹോട്ട് ഫുഡ് ഐറ്റംസ്, ദാറ്റ് ഈസ് ഓൾസോ എൻ എക്സാമ്പിൾ ഫോർ ഡിഫ്യൂഷൻ. അപ്പൊ ഏതാ കറക്റ്റ് ഓപ്ഷൻ? ഡി ആണ്. Spreading of smell of flowers, it is an example for diffusion. Fragrance of incense stick, diffusion കാരണമാണ് അതിന്റെ fragrance ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്. Spreading of smell of hot food items, it is also an example for diffusion. So നമ്മുടെ correct option ആണ് ഓപ്ഷൻ ഡി, all the above. ഇവിടെ തന്നിരിക്കുന്ന എല്ലാ എക്സാമ്പിൾസും നമ്മുടെ ഡിഫ്യൂഷന് നടക്കുന്നുണ്ട്. ഡിഫ്യൂഷൻ എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിട്ടുള്ള എല്ലാ ആൾക്കാരും. ക്വസ്റ്റ്യൻ നമ്പർ 23. സോ വിദ്യേഷ് വീണ്ടും കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും.
Why solids do not possess the property of diffusion? Diffusion കാണിക്കുന്നില്ല സോളിഡിലെ ആൾക്കാർ, സോളിഡ് പാർട്ടിക്കിൾസ്. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ് എന്നാണ് ചോദിക്കുന്നത്. കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. സോ പെട്ടെന്ന് ഓപ്ഷൻ, കറക്റ്റ് ഓപ്ഷൻ എന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞേ. ഓക്കെ, ആര്യൻ എന്താ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ? ആര്യൻ എന്താ പറഞ്ഞിട്ടുണ്ട്? അപ്പൊ കറക്റ്റ് ആണോ നമുക്കിപ്പോ നോക്കാം. ഓക്കെ ഓക്കെ, എല്ലാ ആൾക്കാരും നന്ദന, സാരംഗ്, ഓക്കെ നമുക്ക് പറയാം. പാർട്ടിക്കിൾസ് റിമൈൻ വെരി ക്ലോസ് ടു ഇച്ച് അതർ. ഓക്കെ, സോളിഡ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസ് എടുത്തു നോക്കിയാൽ പാർട്ടിക്കിൾസ് ആർ വെരി ക്ലോസ് ടു ഇച്ച് അതർ. Their particles move a lot, therefore are not stable. നമ്മൾ പറഞ്ഞു the particles in solid state have limited freedom of movement. അവർക്ക് കാര്യമായിട്ട് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഒന്നുമില്ല. അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അനങ്ങാൻ പാടില്ല, വൈബ്രേഷൻ മോഷൻ കാണിക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പാർട്ടിക്കിൾസ് മൂവ് എ ലോട്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അവർക്ക് കാര്യമായിട്ടുള്ള മൂവ്മെന്റ് ഇല്ല. ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ടു ലിമിറ്റഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞാൽ കറക്റ്റ് ആണ്. പാർട്ടിക്കിൾസ് റിമൈൻ വെരി ക്ലോസ് ടു ഇച്ച് അതർ. ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. അപ്പൊ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? D. ഓക്കെ, ഡി ആണ്. ബോത്ത് എ ആൻഡ് സി. പാർട്ടിക്കിൾസ് റിമൈൻ വെരി ക്ലോസ് ടു ഈച്ച് അതർ ആണ്. ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾ ഈസ് ടു ലിമിറ്റഡ്. ഓപ്ഷൻ ബി ആൻഡ് സി കറക്റ്റ് ആണ്. സോ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ ബോത്ത് എ ആൻഡ് സി ആണ്. സോ അതാണ് ഡിഫ്യൂഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. സീ ദ ഫിഗർ ആൻഡ് ഐഡന്റിഫൈ ദ ഫിനോമിനൻ. നമ്മുടെ റെഗുലർ സ്റ്റുഡൻസിന് പെട്ടെന്ന് പറയാൻ പറ്റുന്നുണ്ടാവും. അവരുടെ ഗ്രൂപ്പിലൊക്കെ ഈ ക്വസ്റ്റ്യൻ കിട്ടതാണ് ഓൾറെഡി. പെട്ടെന്ന് പറഞ്ഞേ. ചാപ്റ്റർ പഠിച്ച എല്ലാവർക്കും പെട്ടെന്ന് പറയാൻ പറ്റും. സീ ദ ഫിഗർ. സോ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ഫിഗറും കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഫിഗർ തന്നിട്ടുണ്ട്, ഐഡന്റിഫൈ ദ ഫിനോമിനൻ എന്നാണ് പറയുന്നത്. ഓക്കെ, എല്ലാരും കറക്റ്റ് ആയിട്ട് പറയുന്നത്. കറക്റ്റ് ആയിട്ട് അശ്വതി കറക്റ്റ് ആയിട്ട് പറയുന്നത്. ജിബിൻ, ദേവ, അനിയ, ഗൗതം, ഓക്കെ, വിദേശ് കറക്റ്റ് ആണ്. വിദേശ്. ഓക്കെ, സോ ഇവിടെ എന്താ നടക്കുന്നത്? സോ ഇവിടെ വി ആർ ടേക്കിംഗ് അയഡിൻ. നമ്മുടെ അയഡിൻ എടുക്കുവാണ്. സോ അയഡിൻ ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഷോ സബ്ലിമേഷൻ. സബ്ലിമേഷൻ കാണിക്കുന്ന ആളാണ് അയഡിൻ. ഒരു ചൈന ഡിഷില് അയഡിൻ എടുത്തിട്ട് ഹീറ്റ് ചെയ്യാണ്. സോ അയഡിൻ ഡയറക്റ്റ് ആയിട്ട് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റ്, ഗ്യാസ് സ്റ്റേറ്റിലേക്ക് പോകും. അയഡിൻ വേപ്പേഴ്സ് കിട്ടും. സോ കളക്ട് ദാറ്റ് അയഡിൻ വേപ്പേഴ്സ് ഇൻ എ ജാർ. ഒരു ജാറിൽ നമ്മൾ കളക്ട് ചെയ്തു. സോ ഈ ജാറിൽ നമ്മൾ അയഡിൻ വേപ്പേഴ്സ് കളക്ട് ചെയ്തു. അതിന്റെ കളർ ഒരു പർപ്പിൾ അല്ലെങ്കിൽ ഒരു വയലറ്റ് കളറാണ് അയഡിൻ വേപ്പേഴ്സിന്റെ. സോ ഇവിടെ നമ്മൾ കളക്ട് ചെയ്തു, അത് മൂടി വെച്ചു. അതിനുശേഷം നമ്മളൊരു ജാർ എടുത്തിട്ട് അതിന് മുകളിൽ വെക്കുകയാണ്. സോ ഫസ്റ്റ് ഇതിന്റെ താഴത്തെ പോർഷനിൽ മാത്രമാണ് വയലറ്റ് കളർ കാണുന്നത്. കുറച്ച് ടൈം കഴിഞ്ഞപ്പോ ഈ കളർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. കളറല്ല, ആക്ച്വലി അയഡിൻ വേപ്പേഴ്സ് ആണ് സ്പ്രെഡ് ചെയ്യുന്നത്. സോ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇതിന്റെ ടോപ്പ് പാർട്ടിൽ ഈ ജാറിന്റെ എവിടെയും കളർ വരാൻ തുടങ്ങി, വയലറ്റ് കളർ വരാൻ തുടങ്ങി. ഓക്കെ, സോ ഇവിടെ എന്താണ് ഡിഫ്യൂഷൻ എന്ന പ്രോസസ് നടത്തിനാണ് ഇതിന്റെ അയഡിൻ വേപ്പേഴ്സ് സ്പ്രെഡ് ആയത്. അപ്പൊ അയഡിൻ വേപ്പേഴ്സ് സ്പ്രെഡ് ചെയ്യുന്ന പരിപാടി, ദാറ്റ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ ഡിഫ്യൂഷൻ. അയഡിൻ എന്ന സബ്സ്റ്റൻസ് സബ്ലിമേഷൻ കാണിക്കുന്നുണ്ട്. ഇവിടെ അതിന്റെ വേപ്പേഴ്സ് സ്പ്രെഡ് ചെയ്യുന്നു. അത് നമ്മുടെ ഡിഫ്യൂഷന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ അയഡിൻ വേപ്പേഴ്സ് സ്പ്രെഡ് ചെയ്യുന്നു. അതിന് എക്സാമ്പിൾ, ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡിഫ്യൂഷൻ. സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി. ഓക്കെ, സി ആണ് കറക്റ്റ് ഓപ്ഷൻ, അയഡിൻ. സോ അയഡിൻ വേപ്പേഴ്സ് ആണ് നമ്മൾ ജാറിൽ കളക്ട് ചെയ്തത്. അത് സ്പ്രെഡ് ചെയ്യാണ്, ടോപ്പിലേക്ക് സ്പ്രെഡ് ചെയ്യാണ്. ഫസ്റ്റ് ഈ ബോട്ടത്തിലുള്ള ജാറിൽ നല്ല കളർ ഉണ്ടായിരുന്നു. ആഫ്റ്റർ സം ടൈം കളർ സ്റ്റാർട്ട് സ്പ്രെഡ് ചെയ്യാണ് കളർ. അപ്പൊ ഇവിടുത്തെ കളർ കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട്. താഴത്തെ ജാറിലുള്ള മുകളിലേക്ക് കൂടി കളർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. സോ ഡിഫ്യൂഷൻ ആണത്. സോ ഇത്രയും ക്ലിയർ ആണോ? Okay, next question. The color of vapors formed on sublimation of iodine solid. Solid state la iodine China dish la eduthu heat cheyidu. So direct aayittu vapor state like povana. Iodine vapors form cheyana. So what is the color of iodine vapors? Iodine vapors ന്റെ color endana? Colorless ആണോ, yellow ആണോ, purple, violet ആണോ, അല്ല orange ആണോ?
ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇതിന്റെ ആൻസർ, ഓൾറെഡി പറഞ്ഞതാണ്. എല്ലാവരും കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ആൻസർ. ഓക്കെ ഓക്കെ ഓക്കെ, പർപ്പിൾ വയലറ്റ് ആണ്. ചില ബുക്കിൽ പർപ്പിൾ ആയിരിക്കും, ചില ബുക്കിൽ വയലറ്റ് എന്നുണ്ടാവും. നമ്മൾ രണ്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, പർപ്പിൾ വയലറ്റ്. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് മക്കളെ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ്. ദാറ്റ് ഈസ് പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ്. ഇത്രയും ആയാലും നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഏകദേശം. സോറി, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് ഡിഫ്യൂഷൻ റേറ്റ്? ഹോട്ട് ഫുഡ് ഐറ്റംസിന്റെ സ്മെല്ല് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. സോ ടെമ്പറേച്ചറും ഡിഫ്യൂഷൻ റേറ്റും തമ്മിലുള്ള റിലേഷൻ എന്താണ്? വാട്ട് ഈസ് ദ റിലേഷൻ? ഓക്കെ, പറഞ്ഞോ പെട്ടെന്ന്. There is no relation ആണോ? Diffusion rate decreases with temperature ആണോ? Diffusion rate increases with temperature ആണോ? So ഇത്രയും ഓർമ്മിക്കണ്ടോ, ഹോട്ട് ഫുഡ് ഐറ്റംസിന്റെ സ്മെല്ല് പെട്ടെന്ന് ഡിഫ്യൂസ് ചെയ്യുന്നുണ്ട്. ഹോട്ട്, അവിടെ ടെമ്പറേച്ചർ കൂടുതലാണ്. സോ ടെമ്പറേച്ചർ കൂടിയാൽ ഡിഫ്യൂഷൻ റേറ്റ് കൂടും. സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി. Diffusion rate increases with temperature. ടെമ്പറേച്ചർ കൂടിയാൽ ഡിഫ്യൂഷൻ റേറ്റ് കൂടും. നമ്മുടെ ഹോട്ട് ഫുഡ് ഐറ്റംസ് ഓർമ്മിക്കണം, അത്രേ ഉള്ളൂ. നമ്മള് ക്ലാസ് എടുക്കുമ്പോൾ കാണിച്ച വീഡിയോ ഒക്കെ ഓർമ്മിച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങളുടെ മൈൻഡിലേക്ക് വരും. ഇത്രയും ക്ലിയർ ആണെങ്കിൽ ഒന്ന് ക്ലിയർ ആണെങ്കിൽ ഒരു തംസ് അപ്പ് ഒക്കെ തന്നെ പെട്ടെന്ന്. എല്ലാവരും ഉണ്ടോ നമ്മുടെ ക്ലാസ്സിൽ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് ചാറ്റ് ബോക്സ് പറയാം. ഓക്കെ, നല്ല കുട്ടികളാണ്, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ പെട്ടെന്ന്. അഭിരാമിയൊക്കെ റെസ്പോണ്ട്, അജിത്തായിരിക്കും. കേൾക്കുന്നുണ്ട്? ഓക്കെ, ക്ലിയർ ആണ്. സോ NMMS എക്സാമിന് വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ വരാനുണ്ട്. ഓക്കെ. സോ എല്ലാവരും ഋഷിലൊക്കെ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു, അതിന് വലിയൊരു കാര്യമാണ് ഓൺലൈൻ ക്ലാസ്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് കൂടിയാണ് അതിന്റെ അർത്ഥം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമ്മുടെ സെക്കൻഡ് പാർട്ട്, ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. നമുക്കൊരു 40 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യണം പെട്ടെന്ന്. ഓക്കെ കറക്റ്റ് ഓപ്ഷൻ ഒക്കെ പറയുന്നത്. ഏകദേശം ക്ലിയർ ആയിരിക്കും വിചാരിക്കുന്നു. ക്ലിയർ അല്ലടാ, കേൾക്കുന്നില്ലേ? ചെറിയൊരു ക്ലാരിറ്റി കുറച്ചൊന്ന് ഡിം ആയിട്ടുണ്ട്. പ്രശ്നമില്ല, നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻസ് നോക്കാം. ഫൈൻഡ് ഔട്ട് ഓഡ് വൺ ഫ്രം ദ ഫോളോയിങ്. സോ ഗോൾഡ് ഓർണമെന്റ് ഉണ്ട്, ഗോൾഡ് ഓർണമെന്റ് കൊടുത്തിട്ടുണ്ട്. 40 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് നിൽക്കണം. ഓർണമെന്റ് ഗോൾഡ് ഉണ്ടാവും. സോ ഇവിടെ എന്താണ്, കുറെ പ്യുവർ സബ്സ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്, കുറെ മിക്സ്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ ഓർണമെന്റ് ഗോൾഡ്, ദാറ്റ് ഈസ് 22 കാരറ്റ് ഗോൾഡ് ആണ്. അതിൽ കുറെ ആൾക്കാരെ ആഡ് ചെയ്തിട്ടുണ്ട്, പ്യുവർ ഗോൾഡ് അല്ല. വാട്ടർ അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഷുഗർ ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഓക്സിജൻ അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. സോ ഇതില് ഓഡ് വൺ ഔട്ട്, ഇത്രേ ഉള്ളൂ. പ്യുവർ സബ്സ്റ്റൻസ് ആയ ആൾക്കാർ അവിടെയുണ്ട്, കൂട്ടത്തിൽ പെടാത്ത ആരാണ്? ഓർണമെന്റ് ഗോൾഡ് അതൊരു മിക്സ്ചർ ആണ്. ഇറ്റ് ഇസ് എ മിക്സ്ചർ. ഓർണമെന്റ് ഗോൾഡ് ഒരു മിക്സ്ചർ ആണ്. പ്യുവർ ഗോൾഡ് അല്ല. പ്യുവർ ഗോൾഡ് പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആണ്. വാട്ടർ പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഷുഗർ പ്യുവർ സബ്സ്റ്റൻസ് ആണ്.
ഓക്സിജൻ പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഓർണമെന്റ് ഗോൾഡ് എന്ന് പറയുന്നത് ഒരു മിക്സ്ചർ ആണ്. 22 കാരറ്റ് ഗോൾഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മിക്സ്ചർ. ഓക്കെ, എല്ലാവരും കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 28 നമ്മൾ പോവാണ്. എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. Okay, good. എന്താണ് കേൾക്കുന്നില്ല? ഇവിടെ ബാക്കി ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്തേ. ചാർജ് ഇല്ല എന്നാ പറഞ്ഞത് സാർ. ചാർജോ? എടാ ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞ എന്താ പ്രശ്നം? അവന്റെ ഫോണിൽ ചാർജ് ഇല്ലാന്ന്. അതാണോ? ഓക്കെ ഓക്കെ, റെക്കോർഡ്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ പെട്രോൾ ഈസ് ടേക്കൺ ഇൻ എൻ ഓപ്പൺ വെസൽ. ഏതാണ്? ചാറ്റ് ബോക്സ് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തിട്ട് പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? യെസ് സർ, ക്ലിയർ. യെസ് സർ. നമുക്ക് ഡിസ്കസ് ചെയ്യാം. Okay, കേൾക്കുന്നുണ്ട്. So the correct option പറഞ്ഞു petrol taken in an open vessel disappears after some. Identify the phenomenon responsible for this. Petrol, liquid state ഉള്ള പെട്രോൾ വേപ്പേഴ്സ് ആയിട്ട് അങ്ങ് പോവാണ്. ആ ഫിനോമിനന്റെ പേരെന്താണ്? സബ്ലിമേഷൻ എന്നാണ്. വാട്ട് ഈസ് സബ്ലിമേഷൻ? അത് സോളിഡ് ടു ഗ്യാസ്, ഡയറക്റ്റ് ആയിട്ട് സോളിഡ് ടു ഗ്യാസ്, ദാറ്റ് ഈസ് സബ്ലിമേഷൻ. സോ പെട്രോൾ ലിക്വിഡ് സ്റ്റേറ്റിലുള്ളത്. അപ്പൊ സബ്ലിമേഷൻ അല്ല. ഡിസ്റ്റിലേഷൻ ആണോ? അല്ല. ഡിഫ്യൂഷനെ കുറിച്ചല്ല നമ്മൾ പഠിക്കുന്നത്. ഇവാപ്പറേഷൻ ആണ്. ഇവാപ്പറേറ്റ് ചെയ്ത് പോവാണ്. സോ പെട്രോളൊക്കെ ബോട്ടിൽ എടുത്തിട്ട് തുറന്നു വെച്ചാൽ അത് ഇവാപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങ് പോകും. സോ പെട്രോൾ ഇസ് ഗെറ്റിംഗ് ഇവാപ്പറേറ്റഡ്. സോ കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. ദാറ്റ് ഈസ് ഇവാപ്പറേഷൻ ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. ക്ലിയർ ആണോടാ? ക്ലിയർ ആണ് സാർ. ഇതൊക്കെ MMS എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇവാപ്പറേഷൻ. Next question. During summer, water kept in an earthen pot becomes cool because of the phenomenon. നമ്മുടെ സമ്മറിലൊക്കെ വാട്ടർ earthen പോട്ടിൽ വെച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് തണുത്ത് നല്ല രസമായിരിക്കും കുടിക്കാൻ. അതേത് ഫിനോമിനൻ കാരണമാണ് നമ്മുടെ വെള്ളം പെട്ടെന്ന് തണുക്കുന്നത്? ഓസ്മോസിസ് നിങ്ങൾ ബയോളജി പഠിക്കുന്നതാണ്. ഡിസ്റ്റിലേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡിഫ്യൂഷൻ ആണ്. ഇറ്റ് ഇസ് ദി സ്പോണ്ടേനിയസ് മിക്സിംഗ് ആണ്. ഇറ്റ് ഇസ് എ സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് particles having freedom of movement. നോക്കാം, നമ്മൾ earthen പോട്ടില് നമ്മൾ വെള്ളം എടുത്തു. ഓക്കെ, വെള്ളമുണ്ട്. earthen പോട്ടില് വെള്ളമുണ്ട്. ആ വെള്ളം is getting evaporated. ചെറിയ ഹീറ്റ് നമ്മുടെ സറൗണ്ടിങ്സ് അബ്സോർബ് ചെയ്യാണ്. നമ്മുടെ earthen പോട്ടാണ്. അതിന്റെ സർഫസിൽ കുറെ പോർസ് ഒക്കെ ഉണ്ട്. സോ അതിലൂടെയൊക്കെ പുറത്തുനിന്ന് നമ്മുടെ വാട്ടർ കുറച്ച് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യാണ്. എനർജി അബ്സോർബ് ചെയ്തു, അവരുടെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് കൂടി. അപ്പോഴെന്താ, നമ്മുടെ വാട്ടർ വേപ്പേഴ്സ് ആയിട്ട് പോവാണ്. അപ്പൊ എങ്ങനെയാണ് അവിടെയുള്ള വെള്ളം, ബാക്കിയുള്ള വെള്ളം, കുറച്ച് വെള്ളം വേപ്പേഴ്സ് ആയിട്ട് പോയി, ബാക്കിയുള്ള വെള്ളം എങ്ങനെയാണ് തണുക്കുന്നത്? റീസൺ എന്താ? നമ്മുടെ വെള്ളം വേപ്പേഴ്സ് ആയിട്ട് പോവാൻ, കുറച്ച് വെള്ളം വേപ്പേഴ്സ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് എനർജി വേണം, ഹീറ്റ് വേണം. സോ ബാക്കിയുള്ള വെള്ളത്തിൽ നിന്നും സറൗണ്ടിങ്ങിൽ നിന്നും എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് മറ്റേ ആ വെള്ളം വേപ്പേഴ്സ് ആയിട്ട് പോകുന്നത്. സോ എനർജി അബ്സോർബ് ചെയ്തു ബാക്കിയുള്ള വെള്ളത്തിൽ നിന്ന്. സോ അവരുടെ ടെമ്പറേച്ചർ കുറയാണ്, അവർ കൂളാവുകയാണ്. അതുകൊണ്ടാണ് earthen പോട്ടിൽ വെച്ചിട്ടുള്ള വെള്ളം പെട്ടെന്ന് തണുക്കുന്നത്. അപ്പൊ ഏതാ കറക്റ്റ് ഓപ്ഷൻ? ഇവാപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് കുറച്ച് വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്തു. ഇവാപ്പറേറ്റ് ചെയ്യാൻ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വേപ്പറായിട്ട് പോകാൻ എനർജി വേണം. ആ എനർജി താഴെയുള്ള വെള്ളത്തിൽ നിന്ന് എടുക്കുവാണ്, സറൗണ്ടിങ്സ് നിന്ന് എടുക്കുവാണ്. സോ ആ എനർജി എടുത്തു, അപ്പൊ ബാക്കിയുള്ള വെള്ളം തണുക്കുവാണ്. ഓക്കെ, ഓപ്ഷൻ ഡി.
ഓപ്ഷൻ ഡി ഇവാപ്പറേഷൻ ആണ് കറക്റ്റ്. ഇതൊക്കെ വന്നാല് NMS എക്സാമിന് വന്നാല് നിങ്ങൾ ഇനി സൂപ്പർ ആയിട്ട് എഴുതുന്ന എനിക്കറിയാം. സോ ഡി ഓപ്ഷൻ ആണ് കറക്റ്റ്. ഓസ്മോസിസ് ഒന്നല്ല, അതൊക്കെ ബയോളജിയിൽ പഠിക്കുന്ന ഒരു ഫിനോമിനൻ ആണ്. ഡിസ്റ്റിലേഷൻ അല്ല, ഡിഫ്യൂഷൻ അല്ല, ഇവാപ്പറേഷൻ ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിനോമിനൻ ഓൾവേസ് റിസൾട്ട്സ് ഇൻ ദ കൂളിംഗ് എഫക്ട്? സോ ഈ ഫിനോമിനൻ നടന്നാല് കൂളിംഗ് എഫക്ട് ഉണ്ടാവും. സോ വാട്ടർ വേപ്പർ ആയിട്ട് പോയി ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തു സറൗണ്ടിങ്സ്, അപ്പൊ കൂൾ ചെയ്തു, അതിന്റെ സറൗണ്ടിങ് കൂൾ ചെയ്തു. ഓക്കെ, ഓപ്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്, കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്. ഓക്കെ, കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. കണ്ടൻസേഷൻ എന്താണെന്ന്, നമ്മുടെ വേപ്പർ ടു ലിക്വിഡ് സ്റ്റേറ്റ് ആണ് കണ്ടൻസേഷൻ. സബ്ലിമേഷൻ സോളിഡ് ടു ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ്. ഇവാപ്പറേഷൻ ഉണ്ട്, ഇവാപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ ഇവാപ്പറേറ്റ് ചെയ്യാൻ എനർജി വേണം. എനർജി സറൗണ്ടിങ്ങിനെ അബ്സോർബ് ചെയ്യാണ്, അപ്പൊ സറൗണ്ടിങ് കൂൾ ആയിട്ട് മാറുവാണ്. സോ കറക്റ്റ് ഓപ്ഷൻ ഏതാടാ? ഇവാപ്പറേഷൻ. ഇവാപ്പറേഷൻ ആണ്. ഓൾവേസ് റിസൾട്ട്സ് ഇൻ ദ കൂളിംഗ് എഫക്ട്. അതിന്റെ സറൗണ്ടിങ്സ് കൂൾ ആവുകയാണ് ചെയ്യുന്നത്, എനർജി അബ്സോർബ് ചെയ്തിട്ട് അവരുടെ ചൂടൊക്കെ അബ്സോർബ് ചെയ്തിട്ട് കൊണ്ടുപോവാണ്, അപ്പൊ ബാക്കിയുള്ള ആൾക്കാരെ തണുത്തിട്ട് വരും. ദാറ്റ് ഈസ് ഇവാപ്പറേഷൻ ആണ് കറക്റ്റ്. ഓക്കെ, എല്ലാവരും കറക്റ്റ് ആയിട്ട് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, സജസ്റ്റ് എ സൂട്ടബിൾ മെത്തേഡ് ഫോർ സെപ്പറേറ്റിംഗ് ദ കോമ്പണന്റ്സ് ഓഫ് കോമൺ സാൾട്ട് സൊല്യൂഷൻ. ഇവിടെ കോമൺ സാൾട്ട് സൊല്യൂഷൻ ഉണ്ട്. സാൾട്ട് സൊല്യൂഷൻ ഇറ്റ് ഇസ് എ മിക്സ്ചർ ആണ്. സോ വിച്ച് ആർ ദ ടു കോമ്പണന്റ്സ് ഇൻ സാൾട്ട് സൊല്യൂഷൻ? പറഞ്ഞേ. Salt and water. Okay, salt and water, these are the two components. We want to separate these two components from the mixture. So നമുക്കറിയാം സിമ്പിൾ ആയിട്ടുള്ള ഡിസ്റ്റിലേഷൻ. സാൾട്ടും വാട്ടറും തമ്മിലുള്ള ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് വളരെ കൂടുതലാണ്. നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസ് കൊടുത്താൽ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്. സോ ഡിസ്റ്റിലേഷന്റെ അപ്പാരറ്റസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. സോ സാൾട്ട് സൊല്യൂഷൻ രണ്ട് കോമ്പണന്റ് സെപ്പറേറ്റ് ചെയ്യുന്നില്ല, വി ക്യാൻ യൂസ് ഡിസ്റ്റിലേഷൻ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, അതൊന്നും ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ക്രൊമാറ്റോഗ്രഫി അതൊക്കെ വേറെ. സാർ മൈക്ക് മ്യൂട്ടായി. മൈക്ക് മ്യൂട്ട്. ഓക്കെ ഓക്കെ, കേട്ടോ. സോ കറക്റ്റ് ഓപ്ഷൻ എന്താണ്? ഡിസ്റ്റിലേഷൻ ആണ് ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ, ഡിസ്റ്റിലേഷൻ. സാറൊന്നും കേൾക്കുന്നില്ല, മൈക്ക് മ്യൂട്ടായി. എടാ ആരെങ്കിലും മ്യൂട്ട് ചെയ്യുന്നതാണോടാ? അറിയില്ല സാർ. അറിയില്ല സാർ. ഓക്കെ ഓക്കെ ഓക്കെ, പ്രശ്നമില്ല, നിങ്ങൾ മ്യൂട്ട് ആവുമ്പോ പറഞ്ഞാൽ മതി. ഓക്കെ, നെയിം ദ മെത്തേഡ് യൂസ്ഡ് ടു പ്രിപ്പയർ ഡിസ്റ്റിൽഡ് വാട്ടർ. ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ടാക്കാൻ ഏത് മെത്തേഡാ യൂസ് ചെയ്യുന്നത്? ഡിസ്റ്റിൽഡ് വാട്ടർ. ആ പേര് തന്നെ ഡിസ്റ്റിൽഡ് വാട്ടർ ആണ്. കറക്റ്റ് ഓപ്ഷൻ പറഞ്ഞേ. ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്. സോ പേര് തന്നെ ഉണ്ട്, ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷൻ ആണ് കറക്റ്റ് ഓപ്ഷൻ. ഡിസ്റ്റിൽഡ് വാട്ടർ ഓക്കെ, നമ്മള് ഇഞ്ചക്ഷനിലൊക്കെ അവിടെ യൂസ് ചെയ്യുന്നത്, കാർ ബാറ്ററീസിൽ യൂസ് ചെയ്യുന്നത് ഡിസ്റ്റിൽഡ് വാട്ടർ. സോ ഡിസ്റ്റിലേഷൻ എന്ന പ്രോസസ് വഴിയാണ് നമുക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ കിട്ടുന്നത്. സോ എല്ലാം കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which method is used to separate the components of a mixture with slight variation in their boiling points? If the difference in boiling point is very very less, നമുക്ക് ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. ആ കേസിൽ നമ്മൾ ഏത് മെത്തേഡ് ആണ് യൂസ് ചെയ്യുക? ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ് വളരെ കുറവാണെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഓക്കെ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുക. സബ്ലിമേഷൻ വേറെയാണ് സംഭവം, ക്രൊമാറ്റോഗ്രഫി അല്ല. ഡിസ്റ്റിലേഷൻ നമുക്ക് യൂസ് ചെയ്യാനേ പറ്റില്ല. സോ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, എല്ലാവരും കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. So next one, ethanol and methanol can be separated from their mixture by. ethanolum methanolum. Ada ethanol and methanol boiling point അറിയോ? methanol and ethanol boiling point അറിയോ? 65 degree Celsius. 65 degree Celsius and 78 degree Celsius അല്ലേ? Yes sir.
Yes, sir. Okay, difference എത്രയാണ്? 78 minus 65. 15. Okay, 13 ആയിക്കോട്ടെ അല്ലേ? Okay, sir. Okay, 13 ആണ്. So the difference in their boiling point is less than 25 degrees Celsius. So we cannot use simple distillation here. So നമ്മൾ എന്ത് യൂസ് ചെയ്യണം? നമ്മുടെ ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് കുറവാണെങ്കിൽ നമുക്ക് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യും. ക്ലിയർ അല്ലേ? ആൻസർ ക്ലിയർ അല്ലേ? Yes, sir. Okay, simple ആണ്, നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ്. The method used to separate the components from petroleum. പെട്രോൾ അല്ല കേട്ടോ, പെട്രോളിയം ആണ്, അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ. ക്രൂഡ് ഓയിൽ നമുക്ക് ഡിഫറെന്റ് കോമ്പണൻസ് സെപ്പറേറ്റ് ചെയ്യണം. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ടാവും. ഏത് മെത്തേഡ് യൂസ് ചെയ്യാം? ക്രൂഡ് ഓയിൽ, പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്, നാഫ്തി ഉണ്ട്, കെറോസിൻ ഉണ്ട്, ഡിഫറെന്റ് കോമ്പണൻസ് ഉണ്ട്. ആ കോമ്പണൻസിന്റെ ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് വളരെ കുറവാണ്. If the difference in the boiling point is very less, we cannot use simple distillation. അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യണം. ഈ കേസിൽ പെട്രോളിയത്തിലുള്ള ഡിഫറെന്റ് കോമ്പണൻസ് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 35. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫിഗർ ഒക്കെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ. വിച്ച് മെത്തേഡ് ഈസ് യൂസ് ഫോർ സെപ്പറേറ്റിംഗ് ബട്ടർ ഫ്രം കേർഡ്? നമുക്ക് കേർഡ്, ബട്ടർ രണ്ടാൾക്കാരുണ്ട്, നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. ഇവിടെ ഒരു മെഷീൻ കൊടുത്തിട്ടുണ്ട്, ഒരു മെഷീനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്റ്റിലേഷൻ ഒന്നും പറ്റില്ല അവിടെ. ബോയിലിംഗ് പോയിന്റ് ഫാക്ടർ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിനെ സെൻട്രിഫ്യൂഗ് ചെയ്യുക. എന്താണ് ഇതിന്റെ ടെസ്റ്റ് ട്യൂബിൽ എടുക്കുകയാണ്, നമ്മളിങ്ങനെ കറക്കുവാണ്. വയനാട്ടിലെ ചുരം കറങ്ങുമ്പോൾ പുറത്തേക്ക് തെറിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തെറിച്ചു പോവാണ് ചില കോമ്പണൻസ്. സോ സെൻട്രിഫ്യൂഗേഷൻ എന്ന സെപ്പറേഷൻ ടെക്നിക്കാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സെൻട്രിഫ്യൂഗേഷൻ. കറക്റ്റ് ഓപ്ഷൻ ഈസ് ബി, സെൻട്രിഫ്യൂഗേഷൻ. നമ്മുടെ വാഷിംഗ് മെഷീനിൽ ക്ലോത്ത്സ് ഡ്രൈ ചെയ്യുന്നത്, അവിടെ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? ഏത് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത് വാഷിംഗ് മെഷീനിൽ? ഓക്കെ, സെൻട്രിഫ്യൂഗേഷൻ ആണ് ആ കേസിലും യൂസ് ചെയ്യുന്നത്. സെൻട്രിഫ്യൂഗേഷൻ ആണ്. സോ വിച്ച് ഇസ് എ മെത്തേഡ് യൂസ് ഫോർ സെപ്പറേഷൻ ബട്ടർ ഫ്രം കേർഡ്. സെൻട്രിഫ്യൂഗേഷൻ ആണ് കറക്റ്റ്. സോ നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ മറ്റുണ്ട്. സെപ്പറേഷൻ ഫണൽ, സെപ്പറേറ്റിംഗ് ഫണൽ. Separation funnel is an apparatus which can be used for the separation of. എപ്പോഴാണ് നമ്മൾ സെപ്പറേഷൻ ഫണൽ യൂസ് ചെയ്യുന്നത്? സോ മിസിബിൾ ലിക്വിഡ്സ് ആണ്. മിസിബിൾ ലിക്വിഡ്സ് ഓപ്ഷൻ എ ആണ് പറയുന്നത്. മിസിബിൾ ലിക്വിഡ്സ് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന ലിക്വിഡ്സ്, നമ്മുടെ സാൾട്ട് സൊല്യൂഷൻ. സോ മിസിബിൾ ലിക്വിഡ്സ് വിത്ത് ലാർജ് ഡിഫറൻസ് ഇൻ ദിയർ ബോയിലിംഗ് പോയിന്റ്. ഈ കേസിൽ ഓക്കെ മിസിബിൾ ലിക്വിഡ്സ് ആണ്. ഓക്കെ, distillation എന്ന പ്രോസസ് യൂസ് ചെയ്യും. മിസിബിൾ ലിക്വിഡ്സ് വിത്ത് വെരി സ്മോൾ ഡിഫറൻസ് ഇൻ ദിയർ ബോയിലിംഗ് പോയിന്റ് ആണെങ്കിൽ ഏത് ടെക്നിക് യൂസ് ചെയ്യാം പറഞ്ഞേ? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഓക്കെ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ. കോമൺ സാൾട്ട് ഫ്രം സീ വാട്ടർ. സോ ഇവാപറേഷൻ വേണം, ഇവാപറേഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യാം. ഡിസ്റ്റിലേഷൻ ആകുമ്പോൾ നമുക്ക് രണ്ട് കോമ്പണൻസ് കിട്ടും. ഇവാപറേഷൻ ആകുമ്പോൾ വൺ കോമ്പണന്റ് ഇസ് ലോസ്റ്റ് ഡ്യൂറിങ് ഇവാപറേഷൻ, വാട്ടർ ലോസ് ചെയ്ത് പോകുന്നത്. സോ കോമൺ സാൾട്ട് ഫ്രം സീ വാട്ടർ. ഡിസ്റ്റിലേഷൻ ഇവാപറേഷൻ യൂസ് ചെയ്യാം. ഇമ്മിസിബിൾ ലിക്വിഡ്സ് ആണ്. ഇമ്മിസിബിൾ ലിക്വിഡ്സിന് എക്സാമ്പിൾ അറിയോ? ഓയിൽ ആൻഡ് വാട്ടർ, അല്ലെങ്കിൽ കെറോസിൻ. കെറോസിൻ ആൻഡ് വാട്ടർ. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ്. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഫോർ ടു ഇമ്മിസിബിൾ ലിക്വിഡ്സ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡെൻസിറ്റി കൂടിയ ആളെ, ഡെൻസിറ്റി കുറഞ്ഞ ആളെ പറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ടു സെപ്പറേറ്റ് ഓയിൽ ആൻഡ് വാട്ടർ വി ക്യാൻ യൂസ് സെപ്പറേഷൻ ഫണൽ. ഓയിൽ ആൻഡ് വാട്ടർ ദേ ആർ ടു ഇമ്മിസിബിൾ ലിക്വിഡ്സ്. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? Immiscible liquids. നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. സോ ക്വസ്റ്റ്യൻ നമ്പർ 38. The basic principle of chromatography. ക്രൊമാറ്റോഗ്രഫിയുടെ ബേസിക് പ്രിൻസിപ്പിൾ ഏതാണ്? അബ്സോർപ്ഷൻ ആണോ, അട്രാക്ഷൻ ആണോ, അഡ്സോർപ്ഷൻ ആണോ, ഡിഫ്യൂഷൻ ആണോ? ദ ബേസിക് പ്രിൻസിപ്പിൾ ഏതാണ്? ഓപ്ഷൻ പെട്ടെന്ന് പറഞ്ഞേ. ഓപ്ഷൻ എ ഒരാൾ പറഞ്ഞത്, അബ്സോർപ്ഷൻ പറഞ്ഞു. വീണ്ടും എ പറഞ്ഞത്. അബ്സോർപ്ഷൻ. ഓക്കെ, അട്രാക്ഷൻ, അഡ്സോർപ്ഷൻ, ഡിഫ്യൂഷൻ. മക്കളെ ഇത്ര ഓർമ്മിച്ചാൽ മതി. ക്രൊമാറ്റോഗ്രഫി, ക്രൊമാറ്റോഗ്രഫി സി. ക്രൊമാറ്റോഗ്രഫിയുടെ ഫസ്റ്റ് ലെറ്റർ സി. അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ അഡ്സോർപ്ഷൻ ആണ്. അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ അഡ്സോർപ്ഷൻ ആണ്. കോഡ് എന്താണ്? കാർഡ്. ഫോറസ്റ്റ്, ഫോറസ്റ്റ്, കാർഡ്.
കാർഡ് എന്ന് എപ്പോഴും ഓർമ്മിച്ചു കൊടുക്കണം. അബ്സോർപ്ഷൻ നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ക്രൊമാറ്റോഗ്രഫി അബ്സോർപ്ഷൻ ആണ്. കാർഡ് 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 ഫോറസ്റ്റ് കാർഡ് കാർഡ് CAD ആണ് അതിന്റെ കോഡ് കാർഡ്. സോ അബ്സോർപ്ഷൻ ആണ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ക്രൊമാറ്റോഗ്രഫി. കാർഡ് ആണ് ആൻസർ. ക്രൊമാറ്റോഗ്രഫി AD അടി. ക്രൊമാറ്റോഗ്രഫി അടി. അബ്സോർപ്ഷൻ ആണ്, അബ്സോർപ്ഷൻ അല്ല. സോ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 38 ആൻസർ ചെയ്താ കറക്റ്റ് ആൻസർ ചെയ്താ മക്കളെ പറഞ്ഞേ. Option C. Option C. അബ്സോർപ്ഷൻ ആണ്. കോഡ് കാർഡാണ്, മാറിപ്പോവാൻ പാടില്ല. അബ്സോർപ്ഷൻ അല്ല, അടിയാണ്, അബ്സോർപ്ഷൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 13. പെട്ടെന്ന് 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 ഐഡന്റിഫൈ ദ ഡിവൈസ്. ഡിവൈസ് കൊടുക്കുന്നുണ്ട്. സെൻട്രിഫ്യൂഗ് എന്ന ഡിവൈസ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. ഫ്രാക്ഷനേറ്റിംഗ് കോളം ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ആൻസർ സെപ്പറേറ്റിംഗ് ഫണലാണ്. സെപ്പറേറ്റിംഗ് ഫണൽ 2 ഡിഫറെന്റ് ലിക്വിഡ്സ് ഒക്കെ ഉണ്ട്. അവരുടെ ഡെൻസിറ്റി ഡിഫറെന്റ് ആയിരിക്കും. സോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. 2 ഇമ്മിസിബിൾ ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാനാണ് നമ്മൾ സെപ്പറേറ്റിംഗ് ഫണലൊക്കെ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓപ്ഷൻ സി സെപ്പറേറ്റിംഗ് ഫണൽ ആണ് കറക്റ്റ്. ഓക്കെ, എല്ലാവരും കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. സോ നിങ്ങൾ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് യൂസ് ടു സെപ്പറേറ്റ് ദ കോമ്പണൻസ് ഫ്രം ഡൈ. ഡൈയിൽ നിന്ന് ഡൈയിലെ ഡിഫറെന്റ് കോമ്പണൻസ് സെപ്പറേറ്റ് ചെയ്യണം. വിച്ച് മെത്തേഡ് വി ക്യാൻ യൂസ്? ഏതാണ്? ഡിസ്റ്റിലേഷൻ അല്ല. ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് ലാർജ് ആണ് ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യുക. സെൻട്രിഫ്യൂഗേഷൻ അല്ല. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സോളിഡ് ടു ഗ്യാസ് അല്ലെങ്കിൽ സോളിഡ് ടു വേപ്പർ, ഇതാണ് സബ്ലിമേഷൻ. ക്രൊമാറ്റോഗ്രഫി എന്ന ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഫിഗർ ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ക്ലാസ്സിൽ. ഇതാണ് നമ്മുടെ ചാപ്റ്ററിലുള്ള സൂപ്പർ 40 ക്വസ്റ്റ്യൻസ്. എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ആണോ? അതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടോ? നിങ്ങളുടെ ചാപ്റ്റർ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? ക്ലാസ്സിൽ സാറ്റിസ്ഫൈഡ് ആണോ മക്കളെ? സോ നമ്മൾ റെക്കോർഡ് ക്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒരു വീഡിയോ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ട് നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ട് കുറച്ചുകൂടി വീഡിയോസും കുറച്ചുകൂടി ആനിമേഷൻ 2D ആനിമേഷൻ ഒക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട്. നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ കുറച്ചുകൂടി സൂപ്പർ ആയിട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? സോ പഠിക്കൂല സൂപ്പർ ആയിട്ട്? Yes, sir. അപ്പൊ നമുക്ക് ഇന്ന് നിർത്താം അല്ലെ? പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ നമ്മൾ ക്ലോസ് ചെയ്തു. സോ നമ്മുടെ കുട്ടികൾക്ക് ഇതിന്റെ ഒരു എക്സാം നമ്മുടെ ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് നമ്മുടെ വെബ്സൈറ്റ് വഴി ഉണ്ടാവും. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ സെയിം ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിലൊരു 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 20 മിനിറ്റ്സ് ഉണ്ടാവും. നിങ്ങൾ എത്ര പെട്ടെന്ന് ആൻസർ ചെയ്യുന്നുണ്ടോ അത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. സോ ബാക്കിയുള്ളവർക്ക് ഈ ക്വസ്റ്റ്യൻസ്, ഈ നോട്ട്സ് ഞാൻ അയച്ചു തരും, കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് അയച്ചു തരും. സോ ടെലിഗ്രാം ചെക്ക് ചെയ്യുക. യൂട്യൂബിൽ ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് സൂപ്പർ ആയിട്ട് Thank you, sir. God bless you. വെൽക്കം. Thank you, sir.